ഗുഡ് ഈവനിങ്. നമ്മൾ ഇന്ന് കമ്പ്യൂട്ടറാണ് എടുക്കുന്നത്. ഡയറക്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫയൽ എക്സ്റ്റൻഷൻ ഫോർ എ സ്റ്റാൻഡേർഡ് MS Word ഡോക്യുമെൻറ്റ് ക്രിയേറ്റഡ് ഇൻ മോഡേൺ വേർഷൻസ്? ഒരു മോഡേൺ വേർഷൻ സിസ്റ്റത്തിൽ MS വേർഡ് ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഫയൽ എക്സ്റ്റൻഷൻ ഏതാണെന്നാണ്. ഇതിനകത്ത് ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് ഡോക്കുണ്ട്, ഓപ്ഷൻ ബി TXT, ഓപ്ഷൻ സി DocX, അതുപോലെ .PDF. ഇന്നത്തെ ഏതായിരിക്കും ആൻസർ? നമുക്കറിയാം ഡോക്ക് വരുന്നത് സാധാരണ MS ഡോക്യുമെൻസിൻ്റെ എക്സ്റ്റൻഷനാണ് ഡോക്ക് വരുന്നത്. അത് തന്നെ മോഡേൺ ആണെങ്കിൽ DocX ആയിരിക്കും വരിക. അപ്പോൾ ബാക്കിയുള്ള ഓപ്ഷനിലേക്ക് നോക്കാം. .TXT ഒരു ടെക്സ്റ്റ് ഫയലിൻ്റെ എക്സ്റ്റൻഷനാണ് TXT വരിക. അതുപോലെ .PDF എന്ന് പറയുന്നത് PDF ഫോർമാറ്റ്, പോർട്ടബിൾ ഡോക്യുമെൻറ്റ് ഫോർമാറ്റിൻ്റെ എക്സ്റ്റൻഷനാണ് .PDF എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് ദ ഫയൽ എക്സ്റ്റൻഷൻ ഫോർ എ സ്റ്റാൻഡേർഡ് MS Word ഡോക്യുമെൻറ്റ് ക്രിയേറ്റഡ് ഇൻ മോഡേൺ വേർഷൻസ് എന്ന് പറഞ്ഞാൽ ആൻസർ .docx ആയിരിക്കും. DocX എന്ന് പറഞ്ഞാൽ മോഡേൺ വേർഷൻസിൽ DocXും അതുപോലെ ഓൾഡ് വേർഷൻസിൽ ഡോക്ക് ആയിരിക്കും. .text എന്ന് പറയുന്നത് TXT എന്ന് പറയുന്നത് ടെക്സ്റ്റ് ഫോർമാറ്റ് ആണെങ്കിൽ .TXT, അതുപോലെ .PDF എന്ന് പറയുന്നത് പോർട്ടബിൾ ഡോക്യുമെൻറ്റ് ഫോർമാറ്റ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് ഓപ്ഷൻ ഇൻ MS Word allows you to add a watermark to the document? നമ്മുടെ ഡോക്യുമെൻറ്റിൽ വാട്ടർമാർക്ക് ആഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന MS Wordൻ്റെ ഓപ്ഷൻ ഏതാണെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ എ ഡിസൈൻ വാട്ടർമാർക്ക്, ഓപ്ഷൻ ബി ഇൻസേർട്ട് ഹെഡർ, ഓപ്ഷൻ സി പേജ് ലേഔട്ട് വാട്ടർമാർക്ക്, റിവ്യൂ വാട്ടർമാർക്ക്. നമുക്ക് വാട്ടർമാർക്ക് ഓപ്ഷൻ വരുന്ന ഒരേ ഒരു MS Wordൻ്റെ ഓപ്ഷനാണ് ഡിസൈൻ എന്ന് പറയുന്നത്. നമ്മുടെ ആൻസർ വരുന്നത് ഡിസൈൻ വാട്ടർമാർക്ക് ആയിരിക്കും. ഓക്കെ, അപ്പോൾ വാട്ടർമാർക്ക് കൊടുക്കാനായിട്ട് വാട്ടർമാർക്ക് ഇൻസേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്മുടെ ഓപ്ഷനാണ് ഡിസൈൻ വാട്ടർമാർക്ക്. ബാക്കിയുള്ള ഓപ്ഷനുകളിലൊന്നും ഇൻസേർട്ട് ഹെഡർ എന്ന് പറയുന്നത് ഒരു ഡോക്യുമെൻറ്റിലെ ഹെഡർ സെക്ഷൻ കൊടുക്കാനായിരിക്കും. ഇതൊരു ഡോക്യുമെൻ്റ് ആണെങ്കിൽ അതിൻ്റെ ഹെഡർ സെക്ഷൻ ഡിഫൈൻ ചെയ്യാനാണ് എന്ത് കൊടുക്കുക? ഇൻസേർട്ട് ഹെഡർ കൊടുക്കുക. അതുപോലെ പേജ് ലേഔട്ട് വാട്ടർമാർക്ക് എന്ന് പറയുന്നത് നമുക്ക് അവൈലബിൾ അല്ല. പേജ് ലേഔട്ടിനകത്ത് വാട്ടർമാർക്ക് ഇല്ല, റിവ്യൂവിനകത്തും വാട്ടർമാർക്ക് വരുന്നില്ല. അപ്പോൾ ഒരു വാട്ടർമാർക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഡിസൈൻ വാട്ടർമാർക്ക്. ഓക്കെ, ഇപ്പോൾ രണ്ട് ക്വസ്റ്റ്യനാണ് നമ്മൾ നോക്കിയത്. ഒന്നാമത് MS Wordൻ്റെ സ്റ്റാൻഡേർഡ് ഫയൽ എക്സ്റ്റൻഷൻ ഏതാണെന്നാണ്. മോഡേൺ വേർഷനിൽ സ്റ്റാൻഡേർഡ് ഫയൽ എക്സ്റ്റൻഷൻ ഏതാണെന്നാണ്. DocX ആയിരിക്കും. അതുപോലെ വാട്ടർമാർക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഡിസൈൻ വാട്ടർമാർക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇൻ IPv6 ഹൗ മെനി ബിറ്റ്സ് മേക്കപ്പ് എ അഡ്രസ്? ഒരു IP അഡ്രസ്സിനകത്ത് എത്ര ബിറ്റ് ഉണ്ടെന്നാണ് ചോദ്യം. നമുക്കറിയാം രണ്ട് തരത്തിലാണ് IP അഡ്രസ്സ് ഉണ്ടാകുക. IP അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ്സ് എന്നാണ്. IP എന്നാൽ ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ്സ്. അതായത് ഇൻ്റർനെറ്റിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഡിവൈസസുകളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു അഡ്രസ്സാണ് IP അഡ്രസ്സ് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ്സ് എന്ന് പറയുന്നത്. ഇതിൽ രണ്ട് വേർഷൻസ് അവൈലബിൾ ആയിരിക്കും. IPv4 ഉണ്ട്, IPv6 ഉണ്ട്. IPv4 എന്ന് പറയുന്നത് 32 ബിറ്റ് ആയിരിക്കും. അതുപോലെ IPv6 എന്ന് പറയുന്നത് 128 ബിറ്റ് ആയിരിക്കും. ഓക്കെ, IPv4 എന്ന് പറയുന്നത് 32 ബിറ്റും IPv6 എന്ന് പറയുന്നത് 128 ബിറ്റ്സും ആയിരിക്കും. നമ്മുടെ ആൻസർ വരുന്നത് 128 ബിറ്റ് ആയിരിക്കും. അപ്പോൾ IPv4ൽ ഒരു അഡ്രസ്സ് മേക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു അഡ്രസ്സ് സെറ്റപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബിറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് 128 ബിറ്റുകളായിരിക്കും. ഓക്കെ, നമുക്കറിയാം IP എന്ന് പറയുന്നത് എൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 172.118.11.6 എന്നാണ് ഒരു IPv4ൻ്റെ ഫോർമാറ്റ് വരിക. ഇതിനകത്ത് 4 ബ്ലോക്കായിട്ടായിരിക്കും അറേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ 4 ബ്ലോക്കായിട്ടായിരിക്കും അഡ്രസ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുക. ഇവിടെ ഓരോ ബ്ലോക്കിനകത്തും 0 to 256 255 വരെയുള്ള നമ്പേഴ്സ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. 0 മുതൽ 255 വരെയുള്ള നമ്പേഴ്സ് ആയിരിക്കും ഇവിടെ നമ്മൾ ഓരോ ബ്ലോക്കിലും റെപ്രസെൻറ്റ് ചെയ്യുക. അതായത് ഈ നമ്പേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യാൻ നമുക്ക് ഒരു ബൈറ്റ് വേണം. ഇത് റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ ഒരു ബൈറ്റ് വേണം, ഇതിനൊരു ബൈറ്റ് വേണം, ഇതിനും ഒരു ബൈറ്റ് വേണം. അതുപോലെ IPv4ൻ്റെ കാര്യമാണ്. IPv4ന് ഇപ്പോൾ 4 അഡ്രസ് ബ്ലോക്കുകളായിരിക്കും വേണ്ടത്. ഓരോ ബ്ലോക്കും ഒരു ബൈറ്റ് ആയിരിക്കും. നമുക്കറിയാം 1 ബൈറ്റ് എന്ന് പറയുന്നത് 8 ബിറ്റാണ്. സോ 4 ബൈറ്റ് വരുമ്പോൾ 8 × 4
32 ബിറ്റ് ആയിരിക്കും IPv4 വരിക. അതുപോലെ IPv6 വരുന്നത് ടോട്ടൽ 128 ബിറ്റുകളായിരിക്കും. ഓക്കെ, അടുത്തത് വിച്ച് ടേം ഡിസ്ക്രൈബ്സ് എ ഹിഡൻ ഇൻ്റർമീഡിയറി സെർവർ ദാറ്റ് ഫോർവേഡ്സ് റിക്വസ്റ്റ് വിത്തൗട്ട് റിലീവിങ് ദ ക്ലയൻറ്റ്സ് ഐഡൻറ്റിറ്റി. ആ ക്ലയൻസിൻ്റെ ഐഡൻറ്റിറ്റി റിലീവ് ചെയ്യാതെ തന്നെ അവരുടെ റിക്വസ്റ്റ്, അവർ കൊടുക്കുന്ന റിക്വസ്റ്റുകൾ ഫോർവേഡ് ചെയ്യുന്ന ഒരു ഇൻ്റർമീഡിയറി സെർവർ ഏതാണെന്നാണ് ചോദ്യം. നമുക്കറിയാം 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ മോഡം, ഓപ്ഷൻ ബി പ്രോക്സി സെർവർ, ഓപ്ഷൻ സി ഫയർവാൾ, ഓപ്ഷൻ ഡി റിപ്പീറ്റർ. ഇത് 4 തരത്തിലുള്ള ഡിവൈസുകളാണ്. ആദ്യം ഈ ഡിവൈസുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതിനകത്ത് ഒന്നാമത്തെ ഡിവൈസാണ് മോഡോ എന്ന് പറയുന്നത്. മോഡോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻ കിട്ടാൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് മോഡോ എന്ന് പറയുന്നത്. ഈ മോഡത്തിന് പേര് വന്ന് തരാൻ കാരണം മോഡുലേഷൻ എന്നും ഡീമോഡുലേഷൻ എന്നുമുള്ള 2 വ്യത്യസ്ത പ്രോസസ്സുകളുടെ പേരിൻ്റെ ഷോർട്ട് ഫോമാണ്, അതിൻ്റെ ചുരുക്കപ്പേരാണ് മോഡോ എന്നറിയപ്പെടുന്നത്. അപ്പോൾ മോഡോ എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് കണക്ഷൻ ലഭ്യമാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസാണ് മോഡോ എന്ന് പറയുന്നത്. ഓപ്ഷൻ എ നമ്മുടെ ആൻസർ ആയിരിക്കത്തില്ല. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് പ്രോക്സി സെർവർ എന്നായിരിക്കും. അപ്പോൾ പ്രോക്സി സെർവർ എന്ന് പറഞ്ഞാൽ ഒരു ക്ലയൻറ്റിൻ്റെ ഐഡൻറ്റിറ്റി റിലീവ് ചെയ്യാതെ തന്നെ അവർ കൊടുക്കുന്ന റിക്വസ്റ്റുകൾ നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻ്റർമീഡിയറി സെർവറാണ് പ്രോക്സി സെർവർ എന്ന് പറയുന്നത്. നമുക്കറിയാം, ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ റോൾ നമ്പറൊക്കെ വിളിക്കുമ്പോൾ എന്താ പറ്റുക, ടീച്ചർമാർ റോൾ നമ്പർ വിളിക്കുമ്പോൾ ക്ലാസ് ഇല്ലാത്ത ഒരാളുടെ റോൾ നമ്പർ അപ്പുറത്തുനിന്ന് വിളിച്ച് പറയും. അപ്പം ഇങ്ങനെ വിളിക്കുമ്പോൾ നമ്മൾ പ്രോക്സി എന്നാണ് പറയുക. അപ്പോൾ ഇതേ സെയിം സാധനം, ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന സെർവർ ചോദിച്ചു കഴിഞ്ഞാൽ പ്രോക്സി സെർവർ ആയിരിക്കും. ഓക്കെ, പിന്നെ ഫയർവാൾ എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് സെക്യൂരിറ്റിക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഫയർവാൾ എന്ന് പറയുന്നത് റിപ്പീറ്റർ എന്ന് പറഞ്ഞാൽ ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ ടൈമിൽ അത് വളരെ ദൂരത്തേക്കൊക്കെ ഡേറ്റ സെൻഡ് ചെയ്യുന്ന സമയത്ത് സാധാരണ രീതിയിൽ എന്ത് പറ്റാം, ഡേറ്റയ്ക്ക് ലോസ് സംഭവിക്കാം. ഈ ലോസ് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഡിവൈസാണ് റിപ്പീറ്റർ എന്ന് പറയും. ഇപ്പോൾ ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ സമയത്ത് വളരെ ദൂരത്തേക്കൊക്കെ ഡേറ്റ സെൻഡ് ചെയ്യുന്ന സമയത്ത് ഈ റിപ്പീറ്റർ ഇടയ്ക്കിടയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ ആ റിപ്പീറ്ററിൻ്റെ അകത്ത് വരുന്ന സിഗ്നൽസിനെ ഇവർ ആംപ്ലിഫൈ ചെയ്ത് പഴയ സ്ട്രെങ്തിലേക്ക് ഇതിനെ മാറ്റുകയും അതുവഴി ആ ഡേറ്റയ്ക്ക് ലോസ് ഇല്ലാതെ തന്നെ സെൻറ്ററിൽ നിന്ന് റിസീവറിലേക്ക് ഡേറ്റ എത്താൻ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് പ്രോക്സി സെർവർ ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇഫ് യു ആർ എഡിറ്റിംഗ് എ ഫോർമുല ഇൻ ദ ഫോർമുല ബാർ വിച്ച് കീ ക്യാൻ ബി യൂസ്ഡ് ടു സ്വിച്ച് എ സെൽ റെഫറൻസ് ബിറ്റ്വീൻ റിലേറ്റീവ്, അബ്സല്യൂട്ട് ആൻഡ് മിക്സഡ് മോഡ്സ്. അപ്പോൾ സെൽ റെഫറൻസിൽ ഒരിടത്തുനിന്ന് മറ്റിടത്തേക്ക് സ്വിച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന സെൽ റെഫറൻസ് ഏതാണെന്നാണ്, അല്ലെങ്കിൽ കീ ഏതാണെന്നാണ് ചോദ്യം. റിലേറ്റീവ് എന്നും അബ്സല്യൂട്ട് എന്നും മിക്സഡ് മോഡ് എന്നൊക്കെ സ്വിച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫോർമുല ബാറിലുള്ള കീ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ കീ നോക്കാം, ഏതായിരിക്കും കീ? ഓക്കെ, നമ്മുടെ ഇനി ഓരോ കീ നമുക്ക് നോക്കാം. F1 കീ എന്ന് പറഞ്ഞാൽ F1 കീ ഉണ്ട്, F4 ഉണ്ട്, F8 ഉണ്ട്, F11 ഉണ്ട്. അതേ, ഓപ്ഷൻ ബി ആണ്, F4 ആണ് നമ്മുടെ ആൻസർ വരിക. അപ്പോൾ ബാക്കി കീകൾ നോക്കാം. F1 എന്ന് പറയുന്നത് ഒരു ഐറ്റം ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കീ ആണ് F1 എന്ന് പറയുന്നത്. അതുപോലെ F11 എന്ന് പറഞ്ഞാൽ F11 അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ മൈക്രോസോഫ്റ്റ് വേർഡ് പ്രിന്റ് സെറ്റിംഗ് വിച്ച് ഓപ്ഷൻസ് അലൗസ് എ യൂസർ ടു പ്രിന്റ് മൾട്ടിപ്പിൾ ഡോക്യുമെൻറ്റ് പേജസ് ഓൺ എ സിംഗിൾ ഫിസിക്കൽ ഷീറ്റ് ഓഫ് പേപ്പർ? ഒരു സിംഗിൾ പേപ്പറിൽ മൾട്ടിപ്പിൾ ഡോക്യുമെൻറ്റ് പേജസ് പ്രിൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഓപ്ഷൻ ഏതാണെന്നാണ് ചോദ്യം. പ്രിൻ്റ് ഓൾ പേജസ് ഉണ്ടാവും, കൊളേറ്റഡ് ഉണ്ട്, പേപ്പർ സൈസ് ഉണ്ട്, പേജസ് പെർ ഷീറ്റ് ഉണ്ട്. അതായത് ഒരു സിംഗിൾ ഷീറ്റിനകത്ത് നമുക്ക് 2, 4, 6, 8 ഒക്കെ ഉള്ള ആ ഷീറ്റുകൾ വേണമെങ്കിൽ അതിനകത്ത് ഉപയോഗിക്കുന്ന ഓപ്ഷൻ ഏതാണെന്നാണ് ചോദ്യം. ഞങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കേട്ടോ. നമുക്ക് ഓപ്ഷനിലേക്ക് വരാം. ഒന്നാമത്തെ ഓപ്ഷൻ പ്രിൻ്റ് ഓൾ പേജസ് എന്നാണ്. നമ്മളൊരു ഡോക്യുമെൻറ്റിലെ പ്രിൻ്റ് ഓൾ പേജസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന ഡോക്യുമെൻറ്റിൽ എല്ലാ പേജസും പ്രിൻ്റ് ചെയ്യും. മനസ്സിലായോ? ഒരു സിംഗിൾ പേജിലേക്ക് നമുക്ക് മൾട്ടിപ്പിൾ ഐറ്റംസ് ആണ് വേണ്ടതെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് പേജസ് പെർ ഷീറ്റ് ആയിരിക്കും. നമ്മുടെ ആൻസർ വരുന്നത് പേജസ് പെർ ഷീറ്റ് എന്നായിരിക്കും. ഓക്കെ, നമ്മുടെ ആൻസർ പേജസ് പെർ ഷീറ്റ് എന്നാണ് നമ്മുടെ
ആൻസർ വരിക പ്രിൻ്റ് ഓൾ പേയേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ പേയേഴ്സും പ്രിൻ്റ് ചെയ്യും. പേപ്പർ സൈസ് എന്ന് പറയുന്നത് നമുക്ക് ആ പേപ്പറിൻ്റെ സൈസ് എന്താണ്, പ്രിൻ്ററിന് കോമ്പാറ്റബിൾ ആയിട്ടുള്ള പേപ്പറിൻ്റെ സൈസ് എന്താണെന്നുള്ളതാണ് പേപ്പർ സൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫങ്ഷൻസ് ക്യാൻ ബി യൂസ്ഡ് ടു ചെക്ക് വെദർ എ സെൽ കണ്ടെയ്ൻസ് എ ലോജിക്കൽ വാല്യൂ, ട്രൂ ഓർ ഫാൾസ്, ഇൻ മൈക്രോസോഫ്റ്റ് എക്സൽ? Which of the following functions can be used to check whether a cell contain a logical value in Microsoft Excel? അതായത് ഒരു ലോജിക്കൽ വാല്യൂ കണ്ടെയ്ൻ ചെയ്യുന്ന ഫങ്ഷൻ ഏതാണെന്നാണ്. നിങ്ങൾക്കറിയാം ഓപ്ഷൻ ഈസ് കോണ്ടെക്സ്റ്റ് ഉണ്ട്, ഈസ് ഫോർമുല, ഈസ് ടെക്സ്റ്റ്, ഈസ് ലോജിക്കൽ. ഓപ്ഷൻ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ലോജിക്കൽ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ലോജിക്കൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ട്രൂ ഓർ ഫാൾസ് വാല്യൂ ആയിരിക്കും, അല്ലെങ്കിൽ 0 or 1 വാല്യൂ ആയിരിക്കും വരിക. അപ്പോൾ ലോജിക്കൽ വാല്യൂസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓപ്ഷനാണ്, ഫംഗ്ഷനാണ് ഈസ് ലോജിക്കൽ എന്ന് പറയും. ഇനി അതിനകത്ത് നിന്ന് ഈസ് ഫോർമുല എന്ന് പറഞ്ഞാൽ ഒരു ഫോർമുല ഇൻപുട്ട് ചെയ്ത് കൊടുക്കണമെങ്കിൽ, ഒരു മാത്തമാറ്റിക്കൽ ഫോർമുലയോ ഒരു ലോജിക്കൽ ഫോർമുലയൊക്കെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഉപയോഗിക്കുന്നതാണ് ഈസ് ഫോർമുല എന്ന് പറയുന്നത്. അതുപോലെ ഈസ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഡേറ്റ ഒരു ടെക്സ്റ്റ് ഡേറ്റ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഈസ് ടെക്സ്റ്റ് എന്ന് പറയും. ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ ആൻസർ വരുന്നത് ഈസ് ലോജിക്കലായിരിക്കും. Next question. In a report, you need to show the day-wise temperature and humidity. The best way to do this is to insert a dash. Option A calendar ഉണ്ട്. Option B photograph of sensor reading ഉണ്ട്. Option C chart showing temperature and humidity. Option D database of climatic condition. എന്തായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ വരിക? Option A calendar. Option B photograph of sensor reading. Option C chart showing temperature and humidity. Database of climatic condition. ഇതൊരു ലോജിക്കൽ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും ഒരു ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും ഒക്കെ പെട്ടെന്ന് നമ്മളെ അട്രാക്ട് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഒറ്റ നോട്ടത്തിൽ തന്നെ ഈ കാര്യങ്ങളെപ്പറ്റി നമുക്കൊരു ധാരണ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഇതിനകത്ത് ഏത് ഉപയോഗിക്കാം? കലണ്ടർ ഉപയോഗിച്ചിട്ട് കാര്യമുണ്ടോ? കാര്യമില്ല. അതിൻ്റെ ഫോട്ടോഗ്രാഫ് ഉപയോഗിച്ചിട്ട് കാര്യമുണ്ടോ? അതും കാര്യമില്ല. അതുപോലെ ആ ക്ലൈമറ്റിക് കണ്ടീഷൻ ഡേറ്റാബേസ് നമുക്ക് കിട്ടിയിട്ടും പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. അപ്പോൾ ലോജിക്കലി ഇത് ആൻസർ വരുന്നത് എന്തായിരിക്കും? ചാർട്ട് ഷോയിങ് ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി. ഒരു ചാർട്ട് ആയി കഴിഞ്ഞാൽ ആ ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും ഒരു ചാർട്ടാക്കി റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ എന്ത് ചെയ്യാം? ഇതിൻ്റെ അതിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് അറിയാൻ പറ്റും. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ചാർട്ട് ഷോയിങ് ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി എന്നായിരിക്കും. Next question. Which icon or symbol usually represent the search function in almost email services? എല്ലാ ഇമെയിൽ സർവീസസിലും സെർച്ചിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ സെർച്ചിന് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സിമ്പിൾ അല്ലെങ്കിൽ ഐക്കൺ ഏതാണെന്നാണ്. ഓക്കെ, ഇവിടെ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. മാഗ്നിഫൈങ് ഗ്ലാസ് ഉണ്ട്, ആൻഡ് ഐ ഉണ്ട്, ഫ്ലോപ്പി ഡിസ്ക് ഉണ്ട്, ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. ഏതായിരിക്കും? നമുക്കറിയാം ഒരു മാഗ്നിഫൈങ് ഗ്ലാസ് ഉണ്ടാവാം, ഇങ്ങനൊരു ഗ്ലാസ് ഉണ്ടാവാം, ഒരു ഫ്ലോപ്പി ഡിസ്കിൻ്റെ പടം ഉണ്ടാവാം, ഇതുപോലെ ഒരു ഏകദേശം ഒരു ഐ ഉണ്ടാവാം, പിന്നെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവാം. ഇത് പലയിടത്തും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇതിനകത്ത് സെർച്ച് ഫംഗ്ഷനെ റെപ്രസെൻറ്റ് ചെയ്യാനുള്ള സിമ്പൽ ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്കറിയാം സെർച്ച് ഫംഗ്ഷൻ ആണെങ്കിൽ സെർച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഒരു മാഗ്നിഫൈയിങ് ഗ്ലാസ് ആണ്. സിമ്പിൾ കണ്ടാൽ നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, പക്ഷേ മാഗ്നിഫൈയിങ് ഗ്ലാസ് ആണ് ഇതെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ഇനി ഓരോന്ന് നോക്കാം. ഐ എന്തിനായിരിക്കും വരിക? നമ്മളൊരു ടെക്സ്റ്റ് ബോക്സിൽ പാസ്വേഡുകൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ സാധാരണയായിട്ട് അവിടെ ക്യാരക്ടേഴ്സ് റെപ്രസെൻറ്റ് നമ്മൾ എന്താ ടൈപ്പ് ചെയ്ത് കൊടുത്താലും അവിടെ വരുന്നത് ഒരു ഡോട്ടഡ് സിമ്പിൾസ് ആയിരിക്കും. അതായത് പ്രൈവസിക്ക് വേണ്ടിയിട്ടും അതിൻ്റെ കോൺഫിഡൻഷ്യാലിറ്റിക്ക് വേണ്ടിയിട്ടുമൊക്കെ എന്താ വരിക? ഡോട്ടഡ് സിമ്പിൾസ് ആയിരിക്കും, അല്ലെങ്കിൽ ക്യാരക്ടറായിട്ടായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത് കാണണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡിൽ എന്തുണ്ടാവും? ഒരു ഐ സിമ്പിൾ ഉണ്ടാവും. ജസ്റ്റ് അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുന്ന ഡേറ്റ എന്താണോ, ഞാനിപ്പോൾ ABCD ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വരുന്നത് എങ്ങനെ തന്നെ ഇതുപോലെ ഡോട്ടഡ് സിമ്പിൾസ് അല്ലെങ്കിൽ ഒരു സ്റ്റാർ സിമ്പിൾ ആയിരിക്കും വരിക. അതെനിക്ക് കാണാൻ പറ്റത്തില്ല. ഞാൻ എന്ത് ടൈപ്പ് ചെയ്ത് കൊടുത്താലും എനിക്കത് കാണാൻ പറ്റത്തില്ല. അപ്പോൾ എനിക്കിത് കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഈ ഐ സിമ്പിളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സെക്കൻഡിൽ ഒരു പെട്ടെന്ന് ക്വിക്കായിട്ട് ഇത് ABCD ഡിസ്പ്ലേ ചെയ്തിട്ടങ്ങ് മാഞ്ഞു പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഐ ഉപയോഗിക്കുന്നത്. ഫ്ലോപ്പി ഡിസ്കിൻ്റെ സിമ്പിൾ യൂസ് ചെയ്യുന്നത് സാധാരണ ഒരു ഡേറ്റ ഡോക്യുമെൻറ്റ് ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ അത് സേവ് ചെയ്യാനാണ്.
ഫ്ലോപ്പി ഡിസ്കിൻ്റെ ഉപയോഗിക്കുന്നത്. അതുപോലെ ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറയുന്നത് ഇതിനകത്ത് എന്തെങ്കിലും ഫൈൻഡിങ്സ് കാര്യങ്ങളുണ്ടെങ്കിൽ അത് അറിയാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുക, ക്വസ്റ്റ്യൻ മാർക്ക് യൂസ് ചെയ്യുക. അപ്പോൾ സെർച്ച് ഫങ്ഷൻസിന് വേണ്ടിയിട്ട് സാധാരണ ഇമെയിൽ സർവീസുകളിൽ ഉപയോഗിക്കുന്ന സിമ്പിളാണ് മാഗ്നിഫൈയിങ് ഗ്ലാസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഫംഗ്ഷൻ ഇൻ മൈക്രോസോഫ്റ്റ് എക്സൽ ഈസ് യൂസ്ഡ് ടു കൗണ്ട് നോൺ എം ഡി സെൽസ് ഇൻ എ റേഞ്ച്? റേഞ്ചിനകത്തുള്ള നോൺ എം ഡി ആയിട്ടുള്ള സെൽസിനെ അല്ലെങ്കിൽ ആ നോൺ എം ഡി ആയിട്ടുള്ള ഡേറ്റാസിനെ കൗണ്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ഏതാണെന്നാണ് ചോദ്യം. നമുക്കറിയാം ഒരു എക്സൽ ഷീറ്റിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് അതിനകത്ത് ഒരുപാട് റോയും കോളവും ഉണ്ടായിരിക്കും. ഇങ്ങനെ ഹൊറിസോണ്ടലി ഉള്ള റോകളും വെർട്ടിക്കലി ഉള്ള കോളങ്ങളും ഉണ്ടാവും. അതിനെ ഈ ഒരു കോളത്തിൻ്റെയും റോയുടെയും ഇൻ്റർസെക്ഷനെ വിളിക്കുന്ന പേരാണ്, ഈ ഒരു റോയുടെയും ഈ ഒരു കോളത്തിൻ്റെയും ഇൻ്റർസെക്ഷനെ വിളിക്കുന്ന പേര്, അതായത് ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു ഫീൽഡിനെ വിളിക്കുന്ന പേരാണ് സെല്ലെന്ന് വിളിക്കും. ഈ സെല്ലിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഡേറ്റ കൊടുക്കാം, ഡേറ്റ കൊടുക്കാതിരിക്കാം. ഞാനിവിടെ ഒരു റേഞ്ച് ഓഫ് സെല്ല് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇത് വരുന്നത് എ ആയിരിക്കും, ബി ആണ്, സി ആണ്, ഡി ആണ്, അങ്ങനെ അങ്ങനെ അങ്ങോട്ട് പോവും. ഇതെന്ന് പറയുന്നത് താഴോട്ട് വരുന്ന 1 2 3 4 5 എന്ന് പോവും. ഞാൻ ഇവിടുന്ന് ഇത്രയും സാധനം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഒന്നാമത്തെ സെല്ല് തൊട്ട് A1 എന്ന സെല്ല് മുതൽ ഇത് ഇ ആണെങ്കിൽ E5 എന്ന് പറയുന്ന സെല്ല് വരെ, E5 എന്ന് പറയുന്ന സെല്ല് വരെ ഉള്ള നോൺ എം ടി ആയിട്ടുള്ള സെല്ലുകളിലെ സെലക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ഏതാണെന്നാണ് ചോദ്യം. ഏതായിരിക്കും ഫംഗ്ഷൻ? അപ്പോൾ കൗണ്ടിന് തന്നെ 4 ഫംഗ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൗണ്ട് ഉണ്ട്, കൗണ്ട് എ ഉണ്ട്, കൗണ്ട് ഇഫ് ഉണ്ട്, കൗണ്ട് ബ്ലാങ്ക് ഉണ്ട്. ഓർത്ത് വയ്ക്കുക, കൗണ്ട് എന്ന് പറയുന്നത് എന്തെങ്കിലും തരത്തിലുള്ള ഡേറ്റ ഞാൻ ഇതിനകത്ത് ഇൻപുട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൗണ്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നോൺ എം ഡി ആയിട്ടുള്ള ഡേറ്റാസ് മാത്രമേ, ഓക്കെ, നോൺ എം ഡി ആയിട്ടുള്ള ഡേറ്റാസ് മാത്രമേ കൗണ്ട് ചെയ്യുള്ളൂ. കൗണ്ട് എ എന്ന് പറഞ്ഞാൽ എല്ലാ ഡേറ്റയും കൗണ്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കൗണ്ട് എ എന്ന് പറയുന്നത്. കൗണ്ട് ഇഫ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ വെച്ചുകൊണ്ട്, അതായത് ഇപ്പോൾ ഇതിനകത്ത് കുറേ അധികം നമ്പേഴ്സാണുള്ളത്, എനിക്കിതിനകത്ത് 50 മേലോട്ടുള്ള വാല്യൂസ് ഏതൊക്കെ സെല്ലിലുണ്ട് ആ സെല്ലുകളുടെ എണ്ണം മാത്രം എടുത്താൽ മതിയെങ്കിൽ എന്ത് ഉപയോഗിക്കാം, കൗണ്ട് ഇഫ് ഉപയോഗിക്കാം. അപ്പോൾ ഒരു റേഞ്ച് ഓഫ് വാല്യൂ അതിന് ഒരു കണ്ടീഷൻ ബേസ് ചെയ്തിട്ട് ആ കൗണ്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് കൗണ്ട് ഇഫ് എന്ന് പറയുന്നത്. അതുപോലെ കൗണ്ട് ബ്ലാങ്ക് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ബ്ലാങ്കായിട്ട് കിടക്കുന്ന, മനസ്സിലായോ, ബ്ലാങ്കായിട്ട് കിടക്കുന്ന ഡേറ്റാസ് കൗണ്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ആ സെല്ലുകളുടെ എണ്ണം എടുക്കാൻ ഉപയോഗിക്കുന്നതാണ് കൗണ്ട് ബ്ലാങ്ക്. ഇപ്പോൾ കൗണ്ട് ഉണ്ട്, കൗണ്ട് എ ഉണ്ട്, കൗണ്ട് ഇഫ് ഉണ്ട്, കൗണ്ട് ബ്ലാങ്ക് ഉണ്ട്. കൗണ്ട് ബ്ലാങ്ക് എന്ന് പറഞ്ഞാൽ എം ഡി ആയിട്ടുള്ള ഡേറ്റാസ് കൗണ്ട് ചെയ്യാൻ, കൗണ്ട് ഇഫ് എന്ന് പറഞ്ഞാൽ ഒരു കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് കൗണ്ട് ചെയ്യാൻ, കൗണ്ട് എ എന്ന് പറഞ്ഞാൽ കൗണ്ട് ഓൾ എന്നാണ്, എല്ലാ തരത്തിലുള്ള ഡേറ്റാസും കൗണ്ട് ചെയ്യാൻ. അതുപോലെ കൗണ്ട് എന്ന് പറയുന്നത് ജസ്റ്റ് അതിനകത്തുള്ള ആൽഫബറ്റുകളെ മാത്രം കൗണ്ട് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന നോൺ എം ഡി ആയിട്ടുള്ള സെല്ലുകളെല്ലാം കൗണ്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് കൗണ്ട് എ ആണ്. എല്ലാ തരത്തിലുള്ള ഡേറ്റാസിനെയും കൗണ്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് കൗണ്ട് എ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് കീബോർഡ് ഷോർട്ട് കട്ട് വിൽ ലോഞ്ച് ദ സ്റ്റാർട്ട് മെനു ഇൻ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം? വിൻഡോസിനകത്ത് സ്റ്റാർട്ട് മെനു ഓപ്പൺ ചെയ്യാൻ ഉപയോഗിക്കുന്ന കീബോർഡിലെ ഷോർട്ട് കട്ട് കീ ഏതാണെന്നാണ് ചോദ്യം. ഏതായിരിക്കും? വിച്ച് ഓഫ് ദ ഫോളോയിങ് കീബോർഡ് ഷോർട്ട് കട്ട് വിൽ ലോഞ്ച് ദ സ്റ്റാർട്ട് മെനു ഇൻ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം? വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ സ്റ്റാർട്ട് മെനു ഓപ്പൺ ചെയ്യാനുള്ള കീബോർഡിൽ ഷോർട്ട് കട്ട് കീ ഏതാണെന്നാണ് ചോദ്യം. നമുക്കിപ്പോൾ ഓരോ ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ESC എസ്കേപ്പ് ആണ്, ഓപ്ഷൻ ബി വിൻഡോസ്, ഓപ്ഷൻ സി ബാക്ക് സ്പേസ്, ഓപ്ഷൻ ഡി ഹോം. നമ്മൾ ആ കീബോർഡിനകത്ത് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 110ഓളം കീസ് അവിടെ ഉണ്ടാവും. ഇതിനകത്ത് കാണപ്പെടുന്ന പല തരത്തിലുള്ള കീസാണ് ഈ 4 കീസ്. എസ്കേപ്പ് കീസ് ഉണ്ട്, വിൻഡോസ് ഉണ്ട്, ബാക്ക് സ്പേസ് ഉണ്ട്, ഹോം ഉണ്ട്. നമുക്ക് ഈ ഓരോ കീസും എന്തിനാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. എസ്കേപ്പ് കീ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അത് ക്യാൻസൽ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അതിനകത്ത് എക്സിറ്റ് ആവണമെങ്കിൽ ഉപയോഗിക്കുന്നതാണ് എസ്കേപ്പ് കീ എന്ന് പറയുന്നത്. എസ്കേപ്പ് അല്ലെങ്കിൽ ESC എന്ന് പറഞ്ഞാൽ എസ്കേപ്പ് എന്നാണ് എസ്കേപ്പ് കീ യൂസ് ചെയ്യുന്നത്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ക്യാൻസൽ ചെയ്യാനോ അല്ലെങ്കിൽ അതിനകത്തുനിന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്, അല്ലെങ്കിൽ എക്സിറ്റ് ആവാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എസ്കേപ്പ് കീ എന്ന് പറയുന്നത്. ഇനി വിൻഡോസ് കീ എന്ന് ബാക്ക് സ്പേസ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്തോലും ഒരു ഡേറ്റ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു, എനിക്കത് എററായിട്ട് തോന്നിക്കഴിഞ്ഞാൽ എനിക്കതിനെ ജസ്റ്റ് ആ ഒരു പർട്ടിക്കുലർ ഐറ്റത്തെ മാത്രം റിമൂവ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ബാക്ക് സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ ബാക്ക് സ്പേസും ഡിലീറ്റും ഉണ്ട്. ബാക്ക് സ്പേസ് ഉപയോഗിക്കുന്നത് ഫ്രണ്ടിലോട്ട് ബാക്കിലോട്ട് പോകാനും, ഡിലീറ്റ് ഉപയോഗിക്കുന്നത് അങ്ങോട്ടുള്ള ഡേറ്റ
ഡിലീറ്റ് ചെയ്ത് കളയാനായിരിക്കും. അതായത് ഞാൻ ഇവിടെ കൊണ്ടുവച്ചിട്ട് എൻ്റെ ഈയുടെ അടുത്ത് കൊണ്ടുവച്ചിട്ട് ബാക്ക് സ്പേസ് ആണ് ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു കീ ആണ് പ്രസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഉള്ള അങ്ങ് മാറിക്കളയും, അല്ലെങ്കിൽ റിമൂവ് ചെയ്ത് കളയും. വീണ്ടും അടിച്ചു കഴിഞ്ഞാൽ സി പോവും. ബാക്ക് സ്പേസ് എന്ന് പറയാൻ ഒരു സ്റ്റെപ്പ് ബാക്കിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഒരെണ്ണത്തെ ബാക്കിലോട്ട് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ബാക്ക് സ്പേസ് എന്ന് പറയുന്നത്. പിന്നെ ഹോം വരും. ഹോം എന്ന് പറഞ്ഞാൽ ഞാനൊരു ഡേറ്റ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹോം ബട്ടണാണ് ഞെക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഹോം ബട്ടണാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ആ കർസർ അതിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ വരും. അതായത് അതിൻ്റെ ബിഗിനിങ്ങിൽ വന്ന് നിൽക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഹോം എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ ആൻസർ വരുന്നത് വിൻഡോസ് ആണ്. വിൻഡോസ് കീ യൂസ് ചെയ്യുന്നത് സ്റ്റാർട്ട് മെനു ഓപ്പൺ ചെയ്യാൻ, ലോഞ്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന കീബോർഡിലെ ഷോർട്ട് കട്ട് കീ ആണ് വിൻഡോസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളപ്പോൾ 11 ചോദ്യങ്ങളാണ് ഇതുവരെ ഡിസ്കസ് ചെയ്ത്. നമുക്ക് തുടക്കത്തിലേക്ക് വരാം. ഒന്നുകൂടെ പോകാം. ഫയൽ എക്സ്റ്റൻഷനാണ് MS വേർഡിലെ മോഡേൺ വേർഷൻസിൻ്റെ ഫയൽ എക്സ്റ്റൻഷൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അറിയാം, ഡോക്ക് എക്സ് ആണ്. അപ്പോൾ ബാക്കിയുള്ള ഡോക്ക് എന്ന് പറയുന്നത് പഴയ ഓൾഡർ വേർഷൻസിലേക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഡോക്കായിരുന്നു. ടെക്സ്റ്റ് ഫയൽസിൻ്റെ ആണ് TXT വരുന്നത്. .pdf എന്ന് പറഞ്ഞാൽ പോർട്ടബിൾ ഡോക്യുമെൻറ്റ് ഫോർമാറ്റുകളെ നമ്മൾ ഇതൊക്കെ സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു മൊബൈലിലേക്കോ അല്ലെങ്കിൽ മറ്റ് ഫോർമാറ്റിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ, മറ്റ് ഡിവൈസിലേക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ PDF ആക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള PDF ഫയലുകളുടെ എക്സ്റ്റൻഷനാണ് .pdf എന്ന് പറയുന്നത്. അതുപോലെ വാട്ടർമാർക്ക് കൊടുക്കാൻ, ഡോക്യുമെൻറ്റിൽ വാട്ടർമാർക്ക് കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ അല്ലെങ്കിൽ ഓപ്ഷൻ ഏതാണെന്നാണ്. ഓപ്ഷൻ ഡിസൈനിൽ നിന്ന് വാട്ടർമാർക്കേക്ക് പോകുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ബാക്കിയൊന്നും അവൈലബിൾ ആയിരിക്കത്തില്ല. ഹെഡർ യൂസ് ചെയ്യുന്നത് ആ ഒരു ഹെഡർ കൊടുക്കാൻ, ഫയലിൻ്റെ ഹെഡിങ് മാത്രം കൊടുക്കാൻ ഉപയോഗിക്കുന്നതാണ് ഹെഡർ. അത് ഇൻസേർട്ട് മെനുവിലായിരിക്കും വരിക. അപ്പോൾ ഡിസൈൻ മെനുവിൽ നിന്ന് വാട്ടർമാർക്ക് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷൻ വരിക. ഇനി V4 IPv6 എത്ര സൈസാണ് ചോദിച്ചത്? IPv6 അഡ്രസ്സിന് എത്ര ബിറ്റ് ഉണ്ടെന്നാണ് ചോദ്യം. എത്ര ബിറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ IPv6 128 ബിറ്റാണ്. അപ്പോൾ ഓർത്ത് വെച്ചിരിക്കുക. IPv4 32 ബിറ്റ് ആയിരിക്കും. ഓക്കെ, ഇനി വിച്ച് ടേം ഡിസ്ക്രൈബ്സ് എ ഹിഡൻ ഇൻ്റർമീഡിയറി സെർവർ ദാറ്റ് ഫോർവേഡ് റിക്വസ്റ്റ് വിത്തൗട്ട് റിവീലിംഗ് ഇറ്റ്സ് ക്ലയൻറ്റ് ഐഡൻറ്റിറ്റി. ക്ലയൻറ്റിൻ്റെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യാതെ തന്നെ അവർ കൊടുക്കുന്ന റിക്വസ്റ്റുകൾ ഫോർവേഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻ്റർമീഡിയറി സെർവർ ഏതാണെന്നാണ് ചോദ്യം. സെർവർ പ്രോക്സി സെർവർ ആയിരിക്കും. അപ്പോൾ ഫയർവാളും റിപ്പീറ്ററും മോഡവും എന്താണെന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ ഒരു ക്വസ്റ്റ്യൻ, ഇഫ് യു ആർ എഡിറ്റിംഗ് എ ഫോർമുല ഇൻ ദ ഫോർമുല ബാർ വിച്ച് കീ ക്യാൻ ബി യൂസ്ഡ് ടു സ്വിച്ച് എ സെൽ റെഫറൻസ് ബിറ്റ്വീൻ റിലേറ്റീവ് അബ്സൊല്യൂട്ട് ആൻഡ് മിക്സഡ് മോഡ്സ്. ഈ ഓരോ മോഡുകളിൽ നിന്നും സ്വിച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫോർമുല ബാറിലെ ഫോർമുല കീ ഏതാണെന്നാണ്, ഷോർട്ട് കീ ഏതാണെന്നാണ്. ആ ഫോർമുല ഫംഗ്ഷൻ കീ വരുന്നത് ഏതായിരിക്കും? F4 ആയിരിക്കും ഫംഗ്ഷൻ കീ വരിക. ഈ മൈക്രോസോഫ്റ്റ് വേർഡ് പ്രിൻറ്റ് സെറ്റിംഗ്സ് വിച്ച് ഓപ്ഷൻസ് അലൗസ് എ യൂസർ ടു പ്രിൻറ്റ് മൾട്ടിപ്പിൾ ഡോക്യുമെൻറ്റ് പേജസ് ഓൺ എ സിംഗിൾ ഫിസിക്കൽ ഷീറ്റ് ഓഫ് പേപ്പർ. ഒരു സിംഗിൾ പേപ്പറിൽ തന്നെ ഒന്നിലധികം പേജസ് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് പേജസ് പെർ ഷീറ്റ് എന്നാണ്. ഇനി അതെല്ലാം പല പല പേജുകളായിട്ട് പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രിൻറ്റ് ഓൾ പേജസ് കൊടുക്കുക. അപ്പോൾ ഇൻഡിവിജ്വലി ഓരോ പേജും ഓരോ പേപ്പറിൽ നമുക്ക് പ്രിൻറ്റ് ചെയ്ത് കിട്ടും. പേപ്പർ സൈസ് എന്ന് പറയുന്നത് നമ്മൾ പ്രിൻറ്റ് ചെയ്ത് കിട്ടേണ്ട പേപ്പറിൻ്റെ ആക്ച്വൽ സൈസാണ്. A4, A3, A2 എന്നൊക്കെ പറയുന്ന സൈസുകൾ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ലോജിക്കൽ വാല്യൂസ് അതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫങ്ഷൻസ് ഏതാണെന്നാണ്. ഈ ലോജിക്കൽ എന്നാണ് ആ ഫംഗ്ഷൻ അറിയപ്പെടുക. പിന്നെ റിപ്പോർട്ട് യു നീഡ് ടു ഷോ ഡെയിലി റിപ്പോർട്ടുകളൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ ഒറ്റ നോട്ടത്തിൽ തന്നെ കാര്യങ്ങളെയൊക്കെ മനസ്സിലാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ചാർട്ടുകളായിരിക്കും. അപ്പോൾ ഈ ചാർട്ടുകളും ബാർ ഡയഗ്രാം ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് വളരെ അട്രാക്റ്റീവായിട്ട് തന്നെ ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ചാർട്ട് ഷോയിങ് ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി എന്നാണ്. പിന്നെ വരുന്നത് സെർച്ച് ഫംഗ്ഷൻ, ഇമെയിൽ സർവീസുകളിലെ സെർച്ച് ഫങ്ഷൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സിമ്പൽ ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ സിമ്പൽ വരുന്നത് മാഗ്നിഫൈങ് ഗ്ലാസ്സുകളാണ്. അപ്പോൾ ബാക്കിയുള്ള സിമ്പിൾസും കൂടെ നോക്കി വയ്ക്കുക. പിന്നീട് ഒരു ക്വസ്റ്റ്യൻ, നോൺ എം ടി സെല്ലുകളെ കൗണ്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് കൗണ്ട് ഓൾ എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ഫംഗ്ഷനുകളെയും അല്ലെ എല്ലാ തരത്തിലുള്ള സെല്ലുകളെയും കൗണ്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് കൗണ്ട് എ എന്ന് പറയുന്നത്. കൗണ്ട് ഇഫ് എന്ന് പറഞ്ഞാൽ ഒരു കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് സെല്ലുകളുടെ എണ്ണം എടുക്കാനും, കൗണ്ട് ബ്ലാങ്ക് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്ത ഡേറ്റാസിനെ MD ഡേറ്റാസിൻ്റെ സെല്ലുകൾ കൗണ്ട് ചെയ്യാനാണ് യൂസ് ചെയ്യുക. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. വാട്ട് ഈസ് ദ ഡിഫോൾട്ട് അലൈൻമെൻറ്റ് ഓഫ് ന്യൂമറിക് വാല്യൂസ് എൻറ്റേർഡ് ഇൻ എ സെൽ ഓഫ് ആൻ MS Excel വർക്ക്ഷീറ്റ്? ഒരു വർക്ക്ഷീറ്റിനകത്ത് ഒരു ന്യൂമറിക്കൽ ഡേറ്റാസിൻ്റെ ഡിഫോൾട്ടായിട്ടുള്ള അലൈൻമെൻറ്റ് എന്താണെന്നാണ് ചോദ്യം. വാട്ട് ഈസ് ദ ഡിഫോൾട്ട് അലൈൻമെൻറ്റ് ഓഫ് ന്യൂമറിക് വാല്യൂസ് എൻറ്റേർഡ് ഇൻ എ സെൽ ഓഫ് ആൻ MS Excel വർക്ക്ഷീറ്റ്? MS വർക്ക്ഷീറ്റിലെ ഒരു
ഡിഫോൾട്ട് വരുന്ന അലൈൻമെൻറ്റ് എന്താണെന്നാണ്. ഡിഫോൾട്ട് അലൈൻമെൻറ്റ് വരുന്നത് ഏതായിരിക്കും? നമുക്ക് റൈറ്റ് അലൈൻമെൻ്റ് ആണ് വരിക. സെൻറ്റർ എന്ന് പറയുന്നത് ഡേറ്റ സെൻറ്ററിലേക്ക് വരാൻ ഉപയോഗിക്കുന്നതാണ് സെൻറ്റർ. നമ്മളൊരു ഡേറ്റ ടൈപ്പ് ചെയ്യുമ്പോൾ ആ ഡേറ്റ സെൻറ്റർ വരണമെങ്കിൽ എന്ത് ഉപയോഗിക്കാം? സെൻറ്റർ അലൈൻമെൻറ്റ് ഉപയോഗിക്കാം. ഡിഫോൾട്ടായിട്ട് വരുന്നത് റൈറ്റ് ആയിരിക്കും. ടെക്സ്റ്റാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഡിഫോൾട്ട് വാല്യൂ വരുന്നത് ലെഫ്റ്റ് ആണ്. ജസ്റ്റിഫൈ എന്ന് പറഞ്ഞാൽ അത് മൾട്ടിപ്പിൾ ഡേറ്റാസ് വരുമ്പോൾ ഒരേപോലെ കാണാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ജസ്റ്റിഫൈ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. An IoT enabled vehicle tracking system continuously monitors the real-time location of moving vehicle using satellite and transmits the data to a central server. Which of the following technologies is primarily responsible for determining the geographical location of a vehicle? ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു വെഹിക്കിളിൻ്റെ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു ടെക്നോളജി ഏതാണെന്നാണ്, അല്ലെങ്കിൽ IoT enabled vehicle tracking system ഏതാണെന്നാണ്. നമുക്ക് 4 ഓപ്ഷൻ വരുന്നുണ്ട്. RFID, GPS, ബ്ലൂടൂത്ത്, വൈഫൈ. നമുക്കറിയാം RFID എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ലോജിസ്റ്റിക്കിൻ്റെയൊക്കെ കാലമാണ്. നമ്മൾ ഒരുപാട് ഐറ്റങ്ങളൊക്കെ ഓൺലൈനായിട്ടൊക്കെ ഓർഡർ ചെയ്യുന്നുണ്ട്. ഈ ഓർഡർ ചെയ്യുന്ന ഐറ്റങ്ങളൊക്കെ എവിടെ എത്തിയെന്ന് ട്രാക്ക് ചെയ്യാൻ നമുക്ക് സാധിക്കും. നമ്മൾ ആ ഒരു ഫ്ലിപ്കാർട്ടിൽ നിന്നോ അല്ലെങ്കിൽ ആമസോണിൽ നിന്നൊക്കെ ഒരു ഷൂവോ എന്തെങ്കിലും മറ്റൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ലൊക്കേഷൻ നമുക്ക് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും. ആ ട്രാക്ക് ചെയ്യുന്നത് RFID ടാഗ് ഉള്ളതുകൊണ്ടാണ്. പക്ഷേ നമുക്കിവിടെ വരുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെക്നോളജി ഈസ് പ്രൈമർലി റെസ്പോൺസിബിൾ ഫോർ ഡിറ്റർമൈനിങ് ദ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ ഓഫ് ദ വെഹിക്കിൾ. ആ വെഹിക്കിളിൻ്റെ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ അറിയാൻ ഉപയോഗിക്കുന്ന ടെക്നോളജി ഏതെന്നാണ് ഓപ്ഷൻ വരുന്നത്. ഓപ്ഷൻ ബി ആൻസർ വരുന്നത് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം അല്ലെങ്കിൽ GPS ആയിരിക്കും. എങ്കിൽ രണ്ടുപേര് ആൻസർ ശരിയാക്കിയിട്ടുണ്ട്. അശ്വന്താൻ എസർ ആരാ? അപ്പോൾ ഓരോന്നും അറിഞ്ഞിരിക്കുക. RFID എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം പഠിച്ചു വെച്ചിരിക്കുക. RFID എന്ന് പറഞ്ഞാൽ റേഡിയോ ഫ്രീക്വൻസി ഐഡൻറ്റിഫിക്കേഷൻ എന്നാണ്. നമ്മൾ ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റിനകത്ത് RFID ടാഗുകൾ ഉണ്ടാവും. ഈ ടാഗുകളെ ട്രാക്ക് ചെയ്തിട്ടാണ് അതിൻ്റെ ലൊക്കേഷൻ അറിയുക. നമുക്കിവിടെ വെഹിക്കിളിൻ്റെ ലൊക്കേഷൻ അറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് GPS അല്ലെങ്കിൽ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്നായിരിക്കും. മൂന്നാമത്തെ ഓപ്ഷൻ ബ്ലൂടൂത്ത് ആണ്. നമുക്കറിയാം ബ്ലൂടൂത്ത് എന്ന് പറയുന്നത് ഡേറ്റ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ രണ്ട് ഡിവൈസുകൾ തമ്മിൽ ഡേറ്റ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മീഡിയമാണ് ബ്ലൂടൂത്ത് എന്ന് പറയുന്നത്. അവിടെ ഉപയോഗിക്കുന്ന ടെക്നോളജിയൊക്കെ പഠിച്ചു വയ്ക്കുക. റേഡിയോ വേവ്സ് ആണ് അതിന് യൂസ് ചെയ്യുക. പിന്നീട് വരുന്ന വൈഫൈ ആണ്. വൈഫൈ എന്ന് പറഞ്ഞാൽ അറിയാം, ആ വൈഫൈയും ഇതുപോലെ ആ ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുക. ഇതിൻ്റെ ഫുൾ ഫോം പഠിച്ചു വയ്ക്കുക. വയർലെസ് ഫിഡലിറ്റി എന്നാണ് വൈഫൈയുടെ ഫുൾ ഫോം. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. വയർലെസ് ഫിഡലിറ്റി. ഇതും റേഡിയോ വേവ്സ് ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജിയാണ് വയർലെസ് ഫിഡലിറ്റി അല്ലെങ്കിൽ വൈഫൈ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ആ ഡേറ്റ ഷെയറിങ്ങിൻ്റെ സമയത്തും ഡേറ്റയൊക്കെ യൂസ് ചെയ്യാനൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പൊതുവെ യൂസ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് വൈഫൈ എന്ന് പറയുന്നത്. Which ribbon tab contains the option for changing the font size and text color? ഫോണ്ടിൻ്റെ കളറ്, അതുപോലെ ഫോണ്ടിൻ്റെ സൈസ്, അതിൻ്റെ ഫോണ്ട് എന്താണെന്നുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റാൻ ചേഞ്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടാബ് ഏതാണെന്നാണ്. അപ്പോൾ നമുക്ക് ഓപ്ഷനുണ്ട്. ഇൻസേർട്ട് ടാബുണ്ട്, പേജ് ലേഔട്ട് ടാബുണ്ട്, ഹോം ടാബുണ്ട്, വ്യൂ ടാബുണ്ട്. ഏതായിരിക്കും? ഓപ്ഷൻ സി ഹോം അല്ല, വേറെ ഓപ്ഷൻ ബി പേജ് ലേഔട്ടുമല്ല. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. ഓപ്ഷൻ എ അമൃത പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ എ ആണ് നമുക്ക് ആൻസർ. ഇൻസേർട്ട് ടാബിനകത്താണ് എന്ത് വരിക? ആ ഫോണ്ട് സൈസും കളറും ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In a video conference, what is the function of the screen sharing feature? What is the function of the screen sharing feature? ഒരു വീഡിയോ കോൺഫറൻസിനകത്ത് സ്ക്രീൻ ഷെയറിംഗ് ഫീച്ചറിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നാണ് ചോദ്യം. ഇത് ഒന്നാമത്തെ ഓപ്ഷൻ, ഇറ്റ് റെക്കോർഡ്സ് ദ വീഡിയോ ഓഫ് യുവർ ഹാർഡ് ഡ്രൈവ് ടു യുവർ ഹാർഡ് ഡ്രൈവ്. ഇറ്റ് അലൗസ് അതർ പാർട്ടിസിപ്പൻസ് ടു സീ ദ കണ്ടന്റ് ഡിസ്പ്ലേഡ് ഓൺ യുവർ കമ്പ്യൂട്ടർ മോണിറ്റർ. ഇറ്റ് ടേൺസ് ഓഫ് യുവർ ക്യാമറ ടു സേവ് ഡേറ്റ. ഇറ്റ് ബ്ലോക്സ് അതർ പീപ്പിൾ ഫ്രം ജോയിനിങ് ദ മീറ്റിംഗ് ടു ഇൻക്രീസ് പ്രൈവസി. അപ്പോൾ ഓപ്ഷനിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇറ്റ് റെക്കോർഡ്സ് ദ വീഡിയോ ടു യുവർ ഹാർഡ് ഡ്രൈവ്. റെക്കോർഡ് ചെയ്യുന്നതല്ല, റെക്കോർഡ് ചെയ്യുന്നതിനെ സ്ക്രീൻ റെക്കോർഡിംഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ എ അല്ല.
പിന്നെ വരുന്നത് ഇറ്റ് അലൗസ് അതർ പാർട്ടിസിപ്പൻസ് ടു സീ ദ കണ്ടന്റ് ഡിസ്പ്ലേഡ് ഓൺ യുവർ കമ്പ്യൂട്ടർ മോണിറ്റർ. നമ്മുടെ കമ്പ്യൂട്ടർ മോണിറ്ററിനകത്തുള്ള കണ്ടൻറ്റുകളെ മറ്റൊരാൾക്ക് കാണാൻ തരത്തിലേക്ക് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ജോലി എന്ന് പറയുന്നത്, സ്ക്രീൻ ഷെയറിംഗ് ഫീച്ചറിൻ്റെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ബാക്കിയുള്ള നോക്കാം. ഇറ്റ് ടേൺസ് ഓഫ് യുവർ ക്യാമറ ടു സേവ് ഡേറ്റ, അതുമല്ല. ഇറ്റ് ബ്ലോക്സ് അതർ പീപ്പിൾ ഫ്രം ജോയിനിങ് ദ മീറ്റിംഗ് ടു ഇൻക്രീസ് പ്രൈവസി, അതും അല്ല. അപ്പോൾ ആൻസർ വരുന്നത് മറ്റ് ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പർട്ടിക്കുലർ സ്ക്രീൻ അവർക്ക് കൂടെ കാണാൻ പറ്റുന്ന തരത്തിലേക്ക് മാറ്റിയെടുക്കാനാണ് ആ സ്ക്രീൻ ഷെയറിംഗ് ഫീച്ചർ യൂസ് ചെയ്യുക. അപ്പോൾ ഒന്നാമത്തെ സ്ക്രീൻ റെക്കോർഡിംഗ് എന്ന് വന്നായിരുന്നെങ്കിൽ ഇത് റെക്കോർഡ്സ് ദ വീഡിയോ ടു യുവർ ഹാർഡ് ഡ്രൈവ് എന്ന് ഉള്ള ആ ഓപ്ഷൻ തിരഞ്ഞെടുക്കായിരുന്നു. ഇപ്പോൾ വന്നിരിക്കുന്നത് സ്ക്രീൻ ഷെയറിംഗ് ആയതുകൊണ്ട് ബെസ്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് അലൗസ് അതർ പാർട്ടിസിപ്പൻസ് ടു സീ ദ കണ്ടന്റ് ഡിസ്പ്ലേഡ് ഇൻ യുവർ കമ്പ്യൂട്ടർ മോണിറ്റർ എന്നാണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ വരുമ്പോൾ, ഇഫ് യു വിഷ് ടു ട്രാൻസ്ഫർ എ ഹൈ വാല്യൂ എമൗണ്ട് ഓഫ് 5 lakhs instantly from your account to another bank, which electronic fund transfer system would be the most appropriate choice? നമുക്ക് വളരെ വലിയ എമൗണ്ടുകൾ 5 ലക്ഷം പോലുള്ള അല്ലെങ്കിൽ 2 ലക്ഷത്തി പുറത്തുള്ള ബേസിക്കലി 1 ലക്ഷത്തിന് ലക്ഷങ്ങളൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത്, വലിയ ഹ്യൂജ് എമൗണ്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റം ഏതാണെന്നാണ്. IMPS ഉണ്ട്, ATM ട്രാൻസ്ഫർ ഉണ്ട്, NEFT ഉണ്ട്, RTGS ഉണ്ട്. ഏതായിരിക്കും ആൻസർ? അപ്പോൾ ഓരോന്ന് നോക്കാം. IMPS എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ് സർവീസ് എന്നാണ്. അതായത് ചെറിയ എമൗണ്ടുകളൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്, അല്ലെങ്കിൽ ഒരു ഫണ്ട് ട്രാൻസ്ഫർ ടെക്നിക്കാണ്, ആ ഒരു സിസ്റ്റമാണ് IMPS എന്ന് പറയുന്നത്. അതുപോലെ ATM ട്രാൻസ്ഫർ ഉണ്ട്. ATM ട്രാൻസ്ഫർ ആയിരിക്കത്തില്ല. നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത് RTGS ആണ്, റിയൽ ടൈം ഗ്രോസ് സിസ്റ്റം. റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻ്റ് ആണ് നമ്മുടെ ആൻസർ വരിക. ആൻസർ സി അല്ല, നെഫ്റ്റ് അല്ല. NEFT വരുന്നത് ബാങ്ക് ടു ബാങ്ക് ഫണ്ട് ട്രാൻസ്ഫറിൻ്റെ സമയത്ത് ഉപയോഗിക്കുന്നതാണ് NEFT. ഒരു ബാങ്കിൽ നിന്ന് മറ്റൊരു ബാങ്കിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് NEFT യൂസ് ചെയ്യുക. ഇപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഫ്രം യുവർ അക്കൗണ്ട് ടു അനദർ ബാങ്ക് എന്നാണ്. നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് മറ്റേ അക്കൗണ്ടിലേക്ക് മാറ്റാനാണ് ഉപയോഗിക്കുന്നത്. ബാങ്ക് അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് RTGS ആണ്, റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻ്റ് എന്നുള്ള ആ ഒരു ഫണ്ട് ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റമാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. Which option in MS Word help you to set automatic numbering for heading in the document? നമ്പറിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഓപ്ഷൻ ഏതാണെന്നാണ്, MS Wordലുള്ള ഓപ്ഷൻ ഏതാണെന്നാണ്. ഓപ്ഷൻ ഉണ്ട് പേജ് ലേഔട്ട് സ്റ്റൈൽസ്, പാരഗ്രാഫ് നമ്പറിംഗ്, ഹെഡിങ് സ്റ്റൈൽസ് ഇൻ ദ ഹോം ടാബ്, മൾട്ടി ലെവൽ ലിസ്റ്റ് ഇൻ ദ ഹോം ടാബ്. അപ്പോൾ ഓട്ടോമാറ്റിക് നമ്പറിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഓപ്ഷൻ ഏതാണെന്നാണ് കമൻറ്റുകൾ വന്നിട്ടുണ്ട്. CCA, C അല്ല, C അല്ല, A അല്ല. നമ്മുടെ ഓപ്ഷൻ വരുന്നത് മൾട്ടി ലെവൽ ലിസ്റ്റ് ഇൻ ദ ഹോം ടാബ്. ഹോം ടാബിലെ മൾട്ടി ലെവൽ ലിസ്റ്റ് എന്നാണ്. നമ്മൾ ടോപ്പ് സൈഡിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ, ഹോം ടാബിൽ ഏറ്റവും മേളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ലിസ്റ്റിൻ്റെ സിമ്പിൾ നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെയുള്ള സിമ്പിളുകളുണ്ട്, 1 2 3 നമ്പേഴ്സും ഉണ്ട്. ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ബുള്ളറ്റുകൾ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വരുവാണെങ്കിൽ മൾട്ടി ലെവൽ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡേറ്റ ടൈപ്പ് ചെയ്ത് അടുത്ത എൻ്റർ അടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അടുത്ത ബുള്ളറ്റിങ് അവിടെ ഉണ്ടാവും. വീണ്ടും എൻ്റർ അടിക്കുമ്പോൾ അടുത്ത ബുള്ളറ്റിങ് അവിടെ ഉണ്ടാവും. ഇനി നമുക്ക് അതിനിടയ്ക്ക് എന്തെങ്കിലും ഡേറ്റാസ് വരുന്നുണ്ടെങ്കിൽ അതിനെ മൾട്ടി ലെവൽ ലിസ്റ്റ് എന്ന് വിളിക്കാം. അപ്പോൾ ഇത് സാധാരണ ഇത് ലിസ്റ്റുകളാണ്. ഇതിനകത്ത് തന്നെ മൾട്ടി ലെവൽ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഐറ്റം ഇവിടെ വരും, രണ്ടാമത്തെ ഐറ്റങ്ങൾ മൾട്ടിപ്പിൾ ഐറ്റംസ് ഉണ്ടെങ്കിൽ ആ മൾട്ടിപ്പിൾ ഐറ്റം അവിടെ വരും, വീണ്ടും എന്ത് ചെയ്യും, അടുത്തത് വരാം. അപ്പോൾ ഇങ്ങനെയുള്ള ലിസ്റ്റുകളെയാണ് എന്ത് വിളിക്കുക, മൾട്ടി ലെവൽ ലിസ്റ്റ് എന്ന് വിളിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള മൾട്ടി ലെവൽ ലിസ്റ്റുകളെ ആണ് ഓട്ടോമാറ്റിക് നമ്പറിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, when you see the paste special option and select values, what is the result? പേസ്റ്റ് എന്ന സ്പെഷ്യൽ ഓപ്ഷൻ എടുത്തിട്ട്
സെലക്ട് വാല്യൂസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ കോപ്പീഡ് സെൽസ് ഫോർമുല ആൻഡ് ഫോർമാറ്റിംഗ് ആർ പേസ്റ്റഡ് എക്സാക്ട്ലി ആസ് ഈസ്. ഓൺലി ദ സെൽസ് ഫോർമാറ്റിംഗ് ഈസ് പേസ്റ്റഡ്. ഡേറ്റ ആൻഡ് ഫോർമുല ആർ ഇഗ്നോർഡ്. ഓപ്ഷൻ സി, the calculated result of the cell is pasted but the original formula is discarded. Last option, the copied cells comments and metadata are pasted but not its values for formulas. ഓപ്ഷൻ നോക്കുക, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ചോദ്യം ഇതാണ്, പേസ്റ്റ് സ്പെഷ്യൽ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് വാല്യൂസ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും എന്നാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ വരിക. ദ കാൽക്കുലേറ്റഡ് റിസൾട്ട് ഓഫ് ദ സെൽ ഈസ് പേസ്റ്റഡ്. നമ്മൾ റിസൾട്ട് ആ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന റിസൾട്ട് സെല്ലിൽ പേസ്റ്റ് ആവും, പക്ഷേ ഒറിജിനൽ ഫോർമുല മാറിപ്പോവുകയും ചെയ്യും. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ബെസ്റ്റ് ആൻസറായിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്രൈമറി പർപ്പസ് ഓഫ് ഡിസ്പ്ലേയിങ് ടൂൾ ബാർ വിത്ത് ഷോർട്ട് കട്ട് ബട്ടൺസ് ഈസ് ടു അച്ചീവ് വിച്ച് ഗോൾ ഇൻ ഡോക്യുമെൻറ്റ് എഡിറ്റിംഗ്. ദ പ്രൈമറി പർപ്പസ് ഓഫ് ഡിസ്പ്ലേയിങ് ടൂൾ ബാർ വിത്ത് ഷോർട്ട് കട്ട് ബട്ടൺസ് ഈസ് ടു അച്ചീവ് വിച്ച് ഗോൾ ഇൻ ദ ഡോക്യുമെൻറ്റ് എഡിറ്റിംഗ്. ഡോക്യുമെൻറ്റ് എഡിറ്റിങ്ങിനകത്ത് ഷോർട്ട് കട്ട് ബട്ടൺസ് വന്നിരിക്കുന്നത് എന്താണ് പ്രൈമറി പർപ്പസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടു പ്രൊവൈഡ് ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻസ് ഓഫ് കോംപ്ലെക്സ് കമാൻഡ്സ് ആൻഡ് മെനൂസ്, to manage file operations such as saving and opening documents securely, to facilitate quicker and easier editing and formatting, to allow the user to change the application's visual themes and background colors. There you answer it. Okay, option C. ഓപ്ഷൻ സി തന്നെയാണ് ആൻസർ. ടു ഫെസിലിറ്റേറ്റ് ക്വിക്കർ ആൻഡ് ഈസിയർ എഡിറ്റിംഗ് ആൻഡ് ഫോർമാറ്റിംഗ് ഓപ്പറേഷൻസ്. അപ്പോൾ ഒരു ഡോക്യുമെൻ്റ് എഡിറ്റിംഗ് സമയത്ത് ടൂൾ ബാറുകൾ ഡിസ്പ്ലേ ചെയ്യുന്നതിൻ്റെ പ്രൈമറി പർപ്പസ് എന്താണ്, അതിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ ആവശ്യം എന്താണെന്നാണ് ചോദ്യം. ടു ഫെസിലിറ്റേറ്റ് ക്വിക്കർ ആൻഡ് ഈസിയർ എഡിറ്റിംഗ് ആൻഡ് ഫോർമാറ്റിംഗ് ഓപ്പറേഷൻസ്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓപ്പറേഷൻസ് വളരെ വേഗത്തിലും എളുപ്പത്തിലും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ടൂൾ ബാറുകൾ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റിസൾട്ട് ഓഫ് ദ ഫോർമുല ഇഫ് ബ്രാക്കറ്റിൽ ഓർ A1 ഗ്രേറ്റർ ദാൻ 10 സ്റ്റാർ ഇല്ല കേട്ടോ, B1 ലെസ് ദാൻ 5, S, no. ഇതാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അതിനകത്ത് A1 കണ്ടെയ്ൻസ് A1 കണ്ടെയ്ൻസ് 12 ആൻഡ് B1 കണ്ടെയ്ൻസ് 3. അപ്പോൾ ആദ്യം ഇത് എന്താണെന്ന് നോക്കാം. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് കണ്ടീഷണൽ ഓപ്പറേഷൻ എന്നാണ്. കണ്ടീഷണൽ ഓപ്പറേഷൻ എന്നാണ് ഇതിനെ വിളിക്കുക. അപ്പോൾ ഇതിനകത്ത് ഒരു കണ്ടീഷൻ ഉണ്ടായിരിക്കും. ഇഫ് ഉണ്ട്, ഇഫിനകത്തൊരു കണ്ടീഷൻ ഉണ്ടാവും. അതിൻ്റെ കൂടെ കൊമേഡ, അതിൻ്റെ ട്രൂ വാല്യൂ പിന്നെ വരുന്നത് ഫാൾസ് വാല്യൂ ആണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന കണ്ടീഷൻ ഓർ ഇവിടെ തന്നിരിക്കുന്ന കണ്ടീഷൻ ഇതാണ്. ഇവിടുത്തെ കണ്ടീഷൻ ഓർ A1 ഗ്രേറ്റർ ദാൻ 10, B1 ലെസ് ദാൻ 5. A1-നകത്തുള്ള വാല്യൂ 10-നേക്കാളും കൂടുതലും B1-നകത്തുള്ള വാല്യൂ 10-നേക്കാളും കുറവുമാണെന്നാണ് പറയുന്നത്. ഇവിടെ തന്നിരിക്കുന്ന ലോജിക്കൽ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഓറാണ്. ഓർ എന്ന ലോജിക്കൽ ഓപ്പറേഷനാണ് അവിടെ ചെയ്യുക, അല്ലെങ്കിൽ ലോജിക്കൽ കാൽക്കുലേഷനാണ് അവിടെ ചെയ്യുക. ഓർ എന്ന ലോജിക്കൽ കാൽക്കുലേഷനാണ് ചെയ്യുക. ഇനി ഓറിൻ്റെ വർക്കിംഗ് നോക്കാം. ഓറിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് ഇവിടെ 2 കണ്ടീഷൻ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ 2 ഇൻപുട്ടുകളെ വിളിച്ചോ, 2 ഇൻപുട്ടുകളുണ്ടാവും. ഇവിടുത്തെ ഒന്നാമത്തെ ഇൻപുട്ട് എന്ന് പറയുന്നത് A1 ഗ്രേറ്റർ ദാൻ 10 എന്നും രണ്ടാമത്തെ ഇൻപുട്ട് B1 ലെസ് ദാൻ 5 എന്നുമാണ്. ഓർ വർക്ക് ചെയ്യുന്നത് 2 ഇൻപുട്ടും ട്രൂ ആണെങ്കിൽ മാത്രമേ അവിടെ ട്രൂ വാല്യൂ കിട്ടത്തുള്ളൂ. 2 ഇൻപുട്ടും ട്രൂ ആണെങ്കിൽ മാത്രമേ അവിടെ
ട്രൂ വാല്യൂ കിട്ടത്തുള്ളൂ. അതുപോലെ ഇത് ഓറിന് അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന മറ്റൊരു ഓപ്പറേഷനാണ് ആൻഡ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ആൻഡിൻ്റെ പ്രത്യേകത തിരിഞ്ഞു പോയതാണ്. ഓർ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരെണ്ണം ട്രൂ ആയാൽ, ഈ രണ്ട് കണ്ടീഷനകത്ത് ഏതെങ്കിലും ഒരെണ്ണം ട്രൂ ആണെങ്കിൽ ഓറിൻ്റെ റിസൾട്ട് ട്രൂ ആയിരിക്കും. ആൻഡ് എന്ന് പറയുന്നത് രണ്ട് കണ്ടീഷനകത്ത് ഏതെങ്കിലും ഒരെണ്ണം ഫാൾസ് ആയാൽ അത് മൊത്തത്തിൽ ഫാൾസ് ആയിരിക്കും. അതായത് ട്രൂ ആകുന്നത് രണ്ടും ട്രൂ ആയാൽ മാത്രമേ ആൻഡ് ട്രൂ ആവത്തുള്ളൂ. ഓർ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരെണ്ണം ട്രൂ ആയാൽ മതി. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ എന്തൊക്കെയാണ്? A1 ഗ്രേറ്റർ ദാൻ 10 എന്ന കണ്ടീഷനുണ്ട്, B1 ലെസ് ദാൻ 5 എന്ന കണ്ടീഷനുണ്ട്. ഇവിടെ പറയുന്നുണ്ട് A1-നകത്തുള്ള വാല്യൂ 12 ആണ്, B1-നകത്തുള്ള വാല്യൂ 3 ആണ്. അപ്പോൾ നമുക്ക് ലോജിക്കലി എന്തെടുക്കാം? 12 ഗ്രേറ്റർ ദാൻ 10 എന്നാണ്. അതായത് 12 എന്ന് പറയുന്നത് 10-നേക്കാളും വലുതാണോ എന്നാണ് ചോദ്യം. 10-നേക്കാളും വലുതാണ്. അതുകൊണ്ട് ഇവിടെ എന്ത് വരും? ട്രൂ വരും. ഇവിടെ എന്ത് കിട്ടി? ഒന്നാമത്തത് ട്രൂ കിട്ടി. ഒന്നാമത്തെ ട്രൂ ആയതുകൊണ്ട് തന്നെ ഓറിനകത്ത് രണ്ടാമത്തെ പാർട്ട് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. എങ്കിൽ പോലും നോക്കാം. B1 ലെസ് ദാൻ 5 എന്നാണ്, B1-ൻ്റെ വാല്യൂ 3 ആണ്. 3 ലെസ് ദാൻ 5 എന്ന് പറയുന്നത് ആ കണ്ടീഷനും ട്രൂ ആണ്. അപ്പോൾ ഈ രണ്ട് കണ്ടീഷനും ട്രൂ ആണെങ്കിൽ ഓറിനകത്ത് എന്തായിരിക്കും വരിക? ട്രൂ എന്നായിരിക്കും വരിക. ട്രൂ ആണെങ്കിൽ ഇവിടെ വരുന്ന ആൻസർ എസ് എന്നാണ്. എസ്സിന് നമ്മുടെ ആൻസർ എസ് എന്നായിരിക്കും വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് അത് നോക്കാം. ആൻഡുണ്ട്. ഇതിൻ്റെ നമുക്കൊരു ടേബിളായിട്ട് പഠിക്കാം, ഒരു ട്രൂത്ത് ടേബിളായിട്ട് പഠിക്കാം. ഈ ആൻഡ് എന്ന് പറയുന്നതിന് രണ്ട് ഇൻപുട്ടായിരിക്കും ഉണ്ടാവുക. ഒരു എ ഉണ്ടായിരിക്കും, ബി ഉണ്ടായിരിക്കും. ഇവിടെ എ ആൻഡ് ബി എന്ന ആൻഡിൻ്റെ സിമ്പിൾ ഇതാണ് യൂസ് ചെയ്യുന്നത്. എ ആൻഡ് ബി എന്ന കണ്ടീഷനാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, എക്ക് ട്രൂ വരാം, ബിക്കും ട്രൂ വരാം, എക്ക് ട്രൂ വരാം, എ ഫാൾസ് വരാം, ബി ഫാൾസ് വരാം, എ ഫാൾസ് വരാം, ബി ട്രൂ വരാം, എ ട്രൂ വരാം, ബി ഫാൾസ് വരാം, എ ട്രൂ വരാം, ബി ട്രൂ വരാം. അതായത് ഇവിടെ രണ്ട് ഇൻപുട്ടുകളായിരിക്കും ഉണ്ടാവില്ല, രണ്ട് കണ്ടീഷനാണ് ഓറിനകത്ത് ആൻഡിനകത്ത് വരിക. ഈ രണ്ട് കണ്ടീഷൻ നോക്കിയിട്ട് ഇവിടെ രണ്ടും ഫാൾസ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം ഫാൾസ് ആണെങ്കിൽ ആൻഡിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് എപ്പോഴും ഫാൾസ് ആയിരിക്കും. രണ്ട് ഇൻപുട്ടിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം ഫാൾസ് ആണെങ്കിൽ ആൻഡിൻ്റെ റിസൾട്ട് ഫാൾസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതും ഫാൾസാണ്, ഇതും ഫാൾസാണ്. അപ്പോൾ ഇവിടെ എന്ത് വരാം? ഫാൾസ് വരാം. ഇത് ഫാൾസാണ്, ഇത് ട്രൂ ആണ്. ഒരു ഫാൾസ് ഉള്ളതുകൊണ്ട് ഫാൾസ് വരാം. ഇത് ട്രൂ ആണ്, ഇവിടെ ഫാൾസ് ഉണ്ട്, ഫാൾസ് ഉള്ളതുകൊണ്ട് ഫാൾസ് വരും. ഇനി ഇവിടെ ഫാൾസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കിട്ടുന്ന എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. അപ്പോൾ എപ്പോഴും ഓർത്ത് വയ്ക്കുക, നമ്മളതേ സെയിം ക്വസ്റ്റ്യനകത്ത് ആൻഡാണ് വരുന്നതെങ്കിൽ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ, രണ്ട് കണ്ടീഷനും ട്രൂ ആണെങ്കിൽ മാത്രമേ അവിടെ ഒരു ട്രൂ റിസൾട്ട് നമുക്ക് ഉണ്ടാകത്തുള്ളൂ. മനസ്സിലായോ? രണ്ട് കണ്ടീഷനും ട്രൂ ആണെങ്കിൽ മാത്രമേ അവിടെ ഒരു ട്രൂ റിസൾട്ട് ഉണ്ടാകത്തുള്ളൂ. ഇനി അതുപോലെ തന്നെ ഇനി നമ്മൾ ഉപയോഗിക്കുന്നത് ഓറാണെങ്കിൽ, ഓറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതുകൂടെയും ഇതുപോലെ എയും ഉണ്ടാവും, ബിയും ഉണ്ടാവും. ഓർ യൂസ് ചെയ്യുന്നത് എ ഓർ ബി എന്നാണ്. ഫാൾസ് വരാം, ഫാൾസ് വരാം, ഫാൾസ് വരാം, ട്രൂ വരാം, ട്രൂ വരാം, ഫാൾസ് വരാം, ട്രൂ വരാം, ട്രൂ വരാം. ആൻഡിൽ എന്താണോ പഠിച്ചത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഓറിൽ വരിക. ഓറിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം ട്രൂ ആണെങ്കിൽ ഓറിൻ്റെ റിസൾട്ട് ട്രൂ ആയിരിക്കും. ഏതെങ്കിലും ഒരെണ്ണം ട്രൂ ആണെങ്കിൽ ഓറിൻ്റെ റിസൾട്ട് ട്രൂ ആയിരിക്കും. അപ്പോൾ ഇവിടെ രണ്ടും ഫാൾസ് ആണ്, അതായത് ട്രൂ ഇല്ല, അതുകൊണ്ട് അവിടെ എന്ത് വരും? ഫാൾസ് വരും. ഇവിടെ ഒരു ട്രൂ ഉണ്ട്, അതുകൊണ്ട് ട്രൂ വന്നു. ഇവിടെ ഒരു ട്രൂ ഉണ്ട്, അതുകൊണ്ട് ട്രൂ വന്നു. ഇവിടെ രണ്ടും ട്രൂ ആണ്, അതുകൊണ്ടും ട്രൂ വന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ ഇഫിനകത്ത് ഓറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ നോക്കുക, A1 ഗ്രേറ്റർ ദാൻ 10 ആണോ നോക്കുക, അതുപോലെ B1 ലെസ് ദാൻ 5 ആണോ നോക്കുക. ഒന്നാമത്തെ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ രണ്ടാമത് നോക്കേണ്ട കാര്യമില്ല ഇവിടെ ഓറാകുമ്പോൾ. കാരണം ഓറിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം ട്രൂ ആണെങ്കിൽ കിട്ടുന്ന റിസൾട്ട് മൊത്തം ട്രൂ ആയിരിക്കും. അപ്പോൾ ഇത് എസ് എന്ന് പറയുന്നത് ട്രൂ കേസും, അതുപോലെ എസ് എന്ന് പറയുന്നത് ട്രൂ കേസും, നോ എന്ന് പറയുന്നത് ഫാൾസ് കേസ് ആയിരിക്കും. അപ്പോൾ ഈ കണ്ടീഷൻ ട്രൂ ആണ്, മൊത്തത്തിൽ ട്രൂ ആയിക്കഴിഞ്ഞാൽ നേരെ അവിടെ പോവുക, എസ് ആയിരിക്കും ആൻസറായിട്ട് സെലക്ട് ചെയ്യുക. ഇനി ഇതേ സെയിം ക്വസ്റ്റിനകത്ത് ഓറിന് പകരം ആൻഡ് വന്നാലും ഇവിടെ എന്ത് വരാം? നമുക്ക് ആൻസർ വരുന്നത് ആ എസ് തന്നെ ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ,
വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് ഇൻസേർട്ടിങ് എ ചാർട്ട് ഓർ ഗ്രാഫ് ഇൻ ടു ആൻ എക്സൽ വർക്ക്ഷീറ്റ്? നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തതാണ്. ചാർട്ടും ഗ്രാഫുകളും അതുപോലെ ഡയഗ്രങ്ങളൊക്കെ ആ എക്സൽ വർക്ക്ഷീറ്റിനകത്ത് കൊടുക്കുന്നത് എന്തിനാണെന്നാണ്. നമുക്ക് കാര്യങ്ങളെ ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെ കുറച്ചുകൂടെ നല്ല രീതിയിൽ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണിത് യൂസ് ചെയ്യുക. അപ്പോൾ ആൻസർ വരുന്നത് ടു വിഷ്വലൈസ് ഡേറ്റ ആൻഡ് അനലൈസ് ട്രെൻഡ്സ് ക്വിക്ക്ലി. വളരെ വേഗത്തിൽ തന്നെ അവിടുത്തെ ട്രെൻഡുകൾ എന്താണെന്നും അവിടുത്തെ ഡേറ്റയെ അനലൈസ് ചെയ്യാനുമാണ് ഗ്രാഫുകളും ചാർട്ടുകളും യൂസ് ചെയ്യുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ മാനേജർ വാണ്ട്സ് ടു ഹൈലൈറ്റ് ഓൾ സെൽസ് ഇൻ എ ലിസ്റ്റ് ദാറ്റ് കണ്ടെയ്ൻ നമ്പേഴ്സ് ഗ്രേറ്റർ ദാൻ 100 സോ ദാറ്റ് ദേ സ്റ്റാൻഡ് ഔട്ട്. വിച്ച് ഫീച്ചർ ഷുഡ് ദേ യൂസ്? നമ്മൾ സെല്ലിൻ്റെ കാര്യം പറഞ്ഞാണ്. നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡേറ്റ ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒരു കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് ഒരു ഡേറ്റ സെലക്ട് ചെയ്യണമെങ്കിലോ സെല്ലുകളെ സെലക്ട് ചെയ്യണമെങ്കിലൊക്കെ എന്ത് ഉപയോഗിക്കാമെന്ന് നേരത്തെ പറഞ്ഞാണ്. അവിടെ ഉപയോഗിക്കുന്നത് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ആണ്. അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് എന്തായിരിക്കും? കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ആണ്. സോർട്ട് സി ഫിൽട്ടർ എന്ന് പറഞ്ഞാൽ അതിനെ ഫിൽട്ടർ ചെയ്യാൻ, നമ്മൾ കൊടുക്കുന്ന ഡേറ്റയെ ഫിൽട്ടർ ചെയ്ത് സോർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് സോർട്ട് സി ഫിൽട്ടർ എന്ന് പറയുന്നത്. ഫൈൻഡ് ആൻഡ് റീപ്ലേസ്, സോർട്ട് ആൻഡ് ഫിൽട്ടർ എന്നാണ്. സോർട്ട് സി അല്ല, സോർട്ട് ആൻഡ് ഫിൽട്ടർ, ഫൈൻഡ് ആൻഡ് ഫിൽട്ടർ. ഫൈൻഡ് ആൻഡ് റീപ്ലേസ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഡേറ്റ ഫൈൻഡ് ചെയ്തിട്ട്, അല്ലെങ്കിൽ അതിനകത്ത് ഒരു ഡോക്യുമെൻറ്റിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ഡേറ്റ കണ്ടുപിടിച്ചിട്ട് അതിനെ റീപ്ലേസ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഫൈൻഡ് ആൻഡ് റീപ്ലേസ് എന്ന് പറയുന്നത്. സോർട്ട് ആൻഡ് ഫിൽട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഡേറ്റ ഫിൽട്ടർ ചെയ്യാൻ, അതായത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡേറ്റ മാത്രം സെലക്ട് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ സോർട്ട് ചെയ്യാനോ ന്യൂമറിക്കൽ ഓർഡറിലോ അല്ലെങ്കിൽ ആൽഫബറ്റിക്കൽ ഓർഡറിലോ സോർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് സോർട്ട് ആൻഡ് ഫിൽട്ടർ എന്ന് പറയുന്നത്. ഡേറ്റ വാലിഡേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഡേറ്റ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഡേറ്റ വാലിഡേഷൻ. നമുക്കറിയാം, നമ്മൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഉപയോഗിക്കുന്നവരാണ്. ഒരു പാസ്വേഡും യൂസർ നെയിമും പാസ്വേഡൊക്കെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത്, യൂസർ നെയിമും പാസ്വേഡും ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം ഡേറ്റ തെറ്റാണെങ്കിൽ, യൂസർ നെയിമോ പാസ്വേഡോ തെറ്റാണെങ്കിൽ അവിടെ എന്ത് കാണിച്ചു തരും? തൊട്ട് താഴെ ഒരു റെഡ് ലെറ്ററിൽ ദ എൻറ്റേർഡ് യൂസർ നെയിം ഈസ്, ആ യൂസർ നെയിമോ പാസ്വേഡ് ഇൻകറക്റ്റ് എന്ന് എഴുതി കാണിച്ചു തരും. റെഡ് ലെറ്ററിലാണ് അത് എഴുതി കാണിക്കുക. അതിനെ വിളിക്കുന്ന പേരാണ് ഡേറ്റ വാലിഡേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓപ്ഷൻ ഹെൽപ്സ് അവോയ്ഡ് ടൈപ്പിംഗ് ദ സെയിം മെസ്സേജ് റിപ്പീറ്റ്ലി? റിപ്പീറ്റായിട്ട് ആ ഒരു മെസ്സേജിനെ ടൈപ്പ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഉപയോഗിക്കുന്നതെന്നാണ്. നമ്മൾ ഉപയോഗിക്കുന്നത് ഫിൽറ്റേഴ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഡ്രാഫ്റ്റ് എന്താണെന്ന് നോക്കുക. ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ടൈപ്പ് ചെയ്തിരിക്കുന്ന ഡേറ്റ സെൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ സെൻഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത് ഡ്രാഫ്റ്റിലായിരിക്കും. അതുപോലെ സ്പാം സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത ഒരുപാട് മെസ്സേജസൊക്കെ നമുക്ക് മെയിലിലൊക്കെ വരുന്നുണ്ട്. അങ്ങനെയുള്ള മെസ്സേജസുകളെ നമുക്കൊന്ന് സോർട്ട് ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് സ്പാം സെറ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ MS Word 365, വാട്ട് ഹാപ്പൻസ് വെൻ യു സെലക്ട് ടെക്സ്റ്റ് ആൻഡ് ദെൻ പ്രസ് എ ബാക്ക് സ്പേസ് കീ? നമ്മൾ MS Wordനകത്ത് ഒരു ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ട് ബാക്ക് സ്പേസ് ടൈപ്പ് ചെയ്താൽ എന്ത് സംഭവിക്കും എന്നാണ് ചോദ്യം. നേരത്തെ പറഞ്ഞതാണ്, ബാക്ക് സ്പേസ് എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ ഐറ്റം ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. മനസ്സിലായോ? ഒരു പർട്ടിക്കുലർ ഐറ്റം ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാക്ക് സ്പേസ് യൂസ് ചെയ്യുക. അപ്പോൾ ഈ MS Wordനകത്ത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടെക്സ്റ്റ് ഞാൻ സെലക്ട് ചെയ്തു, ഞാൻ ഈ ഒരു ടെക്സ്റ്റ് സെലക്ട് ചെയ്തു എന്ന് കരുതാം. ഈ കോപ്പിയുടെ എന്നുള്ള ടെക്സ്റ്റ് ഞാൻ സെലക്ട് ചെയ്തിട്ട് ബാക്ക് സ്പേസ് ഞെക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബാക്ക് സ്പേസ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു പർട്ടിക്കുലർ ഐറ്റം എന്താണോ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന ഐറ്റം അത് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും. പിന്നെ ആൻസർ വരുന്നത് എന്തായിരിക്കും? ആൻസർ എന്തായിരിക്കും പറഞ്ഞു? യെസ്, ഓപ്ഷൻ ബി തന്നെയാണ് ആൻസർ. ദ ടെക്സ്റ്റ് ടു ദ ലെഫ്റ്റ് ഓഫ് ദ കർസർ ഈസ് ഡിലീറ്റഡ്. ഞാൻ ഒരു ടെക്സ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ആവും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. വെൻ യു സെലക്ട് ദ ടെക്സ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ടെക്സ്റ്റ് സെലക്ട് ആയിട്ടിരിക്കും. ഇത് ടൈപ്പിംഗ് എററാണേ. അപ്പോൾ സെലക്ട് ടെക്സ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ ഐറ്റം ആയിരിക്കും ഡിലീറ്റ് ആയി പോവുക. ഇനി ഒന്നും ചെയ്തില്ല, ഞാനിത് ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന പോലെ കോപ്പീഡ് എന്നുള്ളൊരു ഐറ്റം സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കോപ്പീഡ് മാത്രമായിരിക്കും പോവുക. ഇനി ഞാനത് സെലക്ട് ചെയ്യുന്നില്ല, ഒരു ടെക്സ്റ്റിൻ്റെ ജസ്റ്റ് ഇവിടെ കൊണ്ട് വച്ചിട്ട് ഞാനത് ബാക്ക് സ്പേസ് ആണ് നിൽക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ബാക്ക് സ്പേസ് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലെഫ്റ്റിലുള്ള ഐറ്റം എന്താണോ ആ ഐറ്റം ആയിരിക്കും പോവുക. അപ്പോൾ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഡി എന്നുള്ള ആ ഒരു ലെറ്റർ ഡിലീറ്റ് ആയി പോവും. എന്നാലും നമുക്ക് അതിനകത്ത് തന്നിരിക്കുന്നതിനകത്ത് കൂടുതൽ കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ ബി ആണതുകൊണ്ട് ബി തന്നെ സെലക്ട് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ.
Which Microsoft Excel 365 function calculates the average of a range of numbers? ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഫംഗ്ഷൻ ഏതാണെന്നാണ്, അല്ലെങ്കിൽ എക്സലിനകത്ത് ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ഏതാണെന്നാണ് ചോദ്യം. ഏതായിരിക്കും? ഇവിടെ കൺഫ്യൂഷൻ ഉണ്ടാകാനൊരു ചാൻസ് ഉണ്ട്. AVG ഫംഗ്ഷൻ ഉണ്ട്, അതും ആവറേജ് തന്നെയാണ്. അതുപോലെ ആവറേജ് എന്ന് പറയുന്നതും ആവറേജ് തന്നെയാണ്. AVG ഉള്ളതുകൊണ്ട് കൺഫ്യൂഷൻ ഉണ്ടാവാം. പക്ഷേ നമുക്ക് മൈക്രോസോഫ്റ്റ് എക്സൽ 365-ൽ മൈക്രോസോഫ്റ്റ് എക്സൽ 365-ൽ ഒരു ആവറേജ് വാല്യൂ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ആവറേജ് എന്ന് തന്നെയാണ്. ഇനി LEN യൂസ് ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ ഐറ്റത്തിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാനും, SQRT ഉപയോഗിക്കുന്നത് ഒരു നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനുമാണ്. ഓക്കെ, അപ്പോൾ ആവറേജ്, റേഞ്ച് ഓഫ് നമ്പേഴ്സിൻ്റെ ആവറേജ് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് ആവറേജ്. ആൻസർ വരുന്നത് എന്തായിരിക്കും? ആവറേജ് ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In MS Excel 365, to insert a new row above the selected row in Microsoft Excel 365, which command should you use? ഒരു റോ ഇൻസേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന കമാൻഡ് ഏതാണെന്നാണ്. അത് നമുക്ക് ഓപ്ഷൻ കാണുമ്പോൾ തന്നെ അറിയാം. റോ ആണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്, ഇൻസേർട്ട് കമാൻഡാണ് യൂസ് ചെയ്യുക. അപ്പോൾ കമാൻഡ് ഏതായിരിക്കും? ഇൻസേർട്ട് റോ എന്ന കമാൻഡായിരിക്കും യൂസ് ചെയ്യുക. ഇനി ഓരോ ഓപ്ഷൻ നോക്കാം. ഡിലീറ്റ് കോളം എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ കോളം, നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഒരു കോളത്തെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. ഡിലീറ്റ് കോളം ഉപയോഗിക്കാം. അത് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ കോളം ഡിലീറ്റ് ആയി പോകും. അതുപോലെ ഒരു റോ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെയും ഡിലീറ്റ് ഞെക്കി കഴിഞ്ഞാൽ ആ ഒരു റോയ്ക്കകത്തുള്ള കണ്ടൻറ്റുകളെല്ലാം അവിടെ റോ ആയിരിക്കത്തില്ല പോകുന്നത്, റോയിലുള്ള കണ്ടൻറ്റുകളായിരിക്കും പോവുക. ഇനി വരുന്നത് ആ ഇൻസേർട്ട് കോളമാണ്. ഒരു കോളം ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി എന്ത് ഉപയോഗിക്കാം? ഇൻസേർട്ട് കോളം യൂസ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ഡിസ്പ്ലേ ഇൻ ക്വിക്ക് ആക്സസ് സെക്ഷൻ ഓഫ് ഫയൽ എക്സ്പ്ലോർ? ഫയൽ എക്സ്പ്ലോറിലെ ക്വിക്ക് ആക്സസ് സെക്ഷനിനകത്ത് എന്താണ് കാണപ്പെടുന്നത്, അല്ലെങ്കിൽ എന്താണ് ഡിസ്പ്ലേ ചെയ്ത് കാണുന്നതെന്നാണ്. റീസെൻ്റ്ലി ഡിലീറ്റഡ് ഫയൽസ്, സിസ്റ്റം സെറ്റിംഗ്സ്, ഇൻസ്റ്റാൾഡ് ആപ്ലിക്കേഷൻസ്, ഫ്രീക്വൻ്റ്ലി യൂസർ ഫോൾഡേഴ്സ്. നമുക്കറിയാം ക്വിക്ക് ആക്സസ് എന്ന് പറയുന്നത് പൊതുവേ നമ്മൾ നിരന്തരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫയലുകളും ഫോൾഡറും ഒക്കെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ക്വിക്ക് ആക്സസ് ഉപയോഗിക്കുക. വാക്കിന് അർത്ഥം തന്നെ എന്താ? ആക്സസ് ചെയ്യേണ്ട സാധനങ്ങളെ പെട്ടെന്ന് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡിലീറ്റഡ് ഫയൽസ് ആയിരിക്കത്തില്ല, സിസ്റ്റം സെറ്റിംഗ്സ് ആയിരിക്കത്തില്ല, ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻസ് ആയിരിക്കത്തില്ല. എന്തായിരിക്കും വരിക? ഫ്രീക്വൻ്റ്ലി യൂസർ ഫോൾഡേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ആൻസർ നല്ല ശരിയാക്കിയോ? ആരും ശരിയാക്കില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ MS Word, which key combination results a manual line break within the current cell box without starting a new paragraph? ഒരു പുതിയ പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യാതെ തന്നെ ലൈൻ ബ്രേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ഏതാണെന്നുണ്ടെങ്കിൽ കീ കോമ്പിനേഷനാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഓപ്ഷൻ ഉണ്ട്. ടാബ് പ്ലസ് എൻ്റർ ഉണ്ട്, കൺട്രോൾ പ്ലസ് എൻ്റർ ഉണ്ട്, ആൾട്ട് പ്ലസ് എൻ്റർ ഉണ്ട്, ഷിഫ്റ്റ് പ്ലസ് എൻ്റർ ഉണ്ട്. ഏതായിരിക്കാം? നമുക്ക് ഓപ്ഷൻ നോക്കാം. ടാബ് പ്ലസ് എൻ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഓപ്ഷൻ നമുക്ക് അവൈലബിൾ അല്ല, അപ്പോൾ അത് ആദ്യം കളയാം. പിന്നെ വരുന്ന കൺട്രോൾ പ്ലസ് എൻ്റർ ആണ്. കൺട്രോൾ പ്ലസ് എൻ്റർ യൂസ് ചെയ്യുന്നത് ഒരു ബ്രൗസറിലൊക്കെ കയറി നിൽക്കുന്ന സമയത്ത് നമുക്കൊരു ഇമെയിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ വരുന്ന സമയത്ത് എന്തുപയോഗിക്കാം? കൺട്രോൾ പ്ലസ് എൻ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ www.com എന്ന് പറയുന്ന സാധനം ഓട്ടോമാറ്റിക്കലി വന്നോളും. ഇതിനകത്തുള്ള ഡൊമൈൻ നെയിം മാത്രം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ബ്രൗസറിനകത്ത് ഉപയോഗിക്കുമ്പോഴാണ് കൺട്രോൾ പ്ലസ് എൻ്റർ ആവശ്യമായിട്ട് വരിക. പിന്നെ വരുന്ന ഓൾട്ട് പ്ലസ് എൻ്റർ ആണ്. ഓൾട്ട് പ്ലസ് എൻ്റർ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഐറ്റത്തിൻ്റെ പ്രോപ്പർട്ടീസ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഓൾട്ട് പ്ലസ് എൻ്റർ എന്ന് പറയുന്നത്. ഒരു ഐറ്റത്തിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണോ, നമുക്ക് ലെഫ്റ്റ് കീ പ്രോപ്പർട്ടീസ് എടുക്കുന്നതിന് പകരം ഐറ്റം സെലക്ട് ചെയ്യുക, സെലക്ട് പ്ലസ് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു ഡേറ്റ അതിൻ്റെ പ്രോപ്പർട്ടീസ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുകയും നമ്മുടെ ആൻസർ വരുന്നത് ഷിഫ്റ്റ് പ്ലസ് എൻ്റർ ആയിരിക്കും. അതായത് ലൈൻ ബ്രേക്ക് ഒരു ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി, ഒരു മാനുവൽ ലൈൻ ബ്രേക്ക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഷിഫ്റ്റ് പ്ലസ് എൻ്റർ എന്ന് പറയുന്ന കോമ്പിനേഷൻ. കമ്പയർഡ് വിത്ത് HDMI, വിച്ച് ഫീച്ചർ മേക്ക് ഡിസ്പ്ലേ പോർട്ട് മോർ സ്യൂട്ടബിൾ?
HDMI അപേക്ഷിച്ച് HDMI എന്ന് പറയാൻ നമുക്കറിയാം ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇൻ്റർഫേസ് എന്നാണ്. ഇപ്പോൾ 4K പോലുള്ള വീഡിയോസ് ഹൈ ഡെഫിനിഷൻ വീഡിയോസൊക്കെ ഡിസ്പ്ലേ കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മീഡിയമാണ്, അല്ലെങ്കിൽ ഒരു ഫോർമാറ്റ് പോർട്ടാണ് HDMI പോർട്ട് എന്ന് പറയും. ഇപ്പോൾ HDMI പോർട്ടിൽ ഡിസ്പ്ലേ പോർട്ട് മോറിന് സ്യൂട്ടബിൾ ആക്കാൻ വളരെ കുറച്ചുകൂടെ സ്യൂട്ടബിൾ ആക്കി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫീച്ചർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഇൻ്റർനെറ്റ് ഓവർ കേബിൾ, ഓപ്ഷൻ ബി അൺകംപ്രസ്ഡ് ഓഡിയോ, ഓപ്ഷൻ സി TMDS സിഗ്നലിംഗ്, ഓപ്ഷൻ ഡി ഡെയ്സി ചെയിനിങ്. ഏതായിരിക്കും ആൻസർ വരിക? വോയിസ് ക്ലിയർ അല്ലേ? കേൾക്കുന്നുണ്ടോ? ഓക്കെ, അതിൻ്റെ ആൻസർ എന്തായിരിക്കും വരിക? HDMI പോർട്ട് കുറച്ചുകൂടെ സ്യൂട്ടബിൾ ആക്കാൻ, അല്ലെങ്കിൽ ഡിസ്പ്ലേ പോർട്ട് കുറച്ചുകൂടെ സ്യൂട്ടബിൾ ആക്കാൻ ഉപയോഗിക്കുന്ന ഫീച്ചർ ഏതാണെന്നാണ് ചോദ്യം. നമുക്ക് ഇതിനകത്ത് ഓപ്ഷനകത്ത് നിന്ന് ആവശ്യമില്ലാത്ത കളഞ്ഞ് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ സെലക്ട് ചെയ്യാം. ഇൻ്റർനെറ്റ് ഓവർ കേബിൾ എന്ന് പറയുന്നത് നമുക്ക് ഇതുമായിട്ട് ബന്ധമില്ലാത്തതാണ്, അപ്പോൾ അത് ആയിരിക്കത്തില്ല. കംപ്രസ്ഡ് ഓഡിയോ അതും ഇതുമായിട്ട് ബന്ധമില്ല. പിന്നെ വരുന്നത് TMDSും സിഗ്നലിങ്ങും ഡെയ്സി ചെയിനിങ്ങുമാണ്. TMDS സിഗ്നലിങ്ങും നമുക്ക് HDMI ആയിട്ട് ബന്ധമില്ലാത്തതുകൊണ്ട് ആൻസർ വരുന്നത് ഏതായിരിക്കാം? ഡെയ്സി ചെയിനിങ് ആയിരിക്കും. ഡെയ്സി ചെയിനിങ് എന്ന് പറയുന്നത് 1 by 1 ആയിട്ട് ഒരു സീക്വൻഷ്യലായിട്ട് ഡേറ്റ ആക്സസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഡിവൈസസുകളെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുക? ഡെയ്സി ചെയിനിങ് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ഡെയ്സി ചെയിനിങ് ആയിരിക്കും. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്യൂറിങ് എ പ്രസൻറ്റേഷൻ a bullet point text box shift from its position. Which design make mistake is the most likely cause? ഒരു പ്രസൻറ്റേഷൻ സമയത്ത് ഒരു ബുള്ളറ്റ് പോയിൻറ്റ് ടെക്സ്റ്റ് ബോക്സ് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തോട്ട് മാറി, അല്ലെങ്കിൽ പൊസിഷൻ ചേഞ്ച് ആയി എങ്കിൽ അവിടെ എന്ത് മിസ്റ്റേക്കാണ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. യൂസിങ് എ ഡിജിറ്റൽ ലേഔട്ട്, നോട്ട് യൂസിങ് പ്ലേസ് ഹോൾഡേഴ്സ്, യൂസിങ് പ്ലേസ് ഹോൾഡേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് ടെക്സ്റ്റ് ബോക്സസ്, മോഡിഫൈയിങ് ദ സ്ലൈഡ് മാസ്റ്റർ. എന്തായിരിക്കും ആൻസർ വരിക? നമുക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. നോട്ട് യൂസിങ് പ്ലേസ് ഹോൾഡർ. പ്ലേസ് ഹോൾഡേഴ്സ് വയ്ക്കാത്തത് കൊണ്ടാണ് നമ്മളൊരു ഡേറ്റ, ഇപ്പോൾ ഇതൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റുമോ? ഇത് മൂവ് ചെയ്യണമെങ്കിലും നമുക്ക് ഒരുമിച്ച് മാത്രം എന്ത് ചെയ്യാൻ പറ്റൂ? ഇതൊക്കെ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഒരു പർട്ടിക്കുലർ ഐറ്റം ടെക്സ്റ്റ് ബോക്സിനകത്ത് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തോ, അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് ബോക്സിൻ്റെ ആ ഒരു പ്രസൻറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്ലേസ് ഹോൾഡർ വച്ചില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നായി കഴിഞ്ഞാൽ അതെന്ത് പറ്റും? അതിനകത്തുള്ള ഡേറ്റ അങ്ങോട്ടും അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യും, അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ മാറിപ്പോകാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അപ്പോൾ എപ്പോഴും എന്ത് ചെയ്യുക? പ്ലേസ് ഹോൾഡേഴ്സ് വയ്ക്കുക. ഇപ്പോൾ 30 ക്വസ്റ്റ്യനാണ് നമ്മളിന്ന് ഇന്നത്തെ ദിവസം നോക്കിയത്. അപ്പോൾ ഏകദേശം ഇതൊക്കെ മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ടോപ്പിക് വൈസ് കുറച്ച് ഡിസ്കസ് ചെയ്തിട്ട് മാത്രം ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ മാത്രം വർക്കൗട്ട് ചെയ്യാതെ കുറച്ച് ടോപ്പിക് വൈസ് സിലബസ് അനുസരിച്ച് കുറച്ച് ഐറ്റംസ് കൂടെ നോക്കിയിട്ട് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ.